क्या ऐसे गैर जिम्मेदार और रोग नेशन के हाथों में परमाणु हथियार सुरक्षित हैं? मैं दुनिया के सामने यह सवाल खड़ा करना चाहता हूं। मैं मानता हूं कि पाकिस्तान के एटमी हथियारों को IAEA इंटरनेशनल एटॉमिक एनर्जी एजेंसी की निगरानी में लिया जाना चाहिए। मैं ये कहना चाहूंगा और साफ तौर पर कहना चाहूंगा। നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പാകിസ്ഥാനെ പോലുള്ള ഉത്തരവാദിത്തമില്ലാത്തതും തെമ്മാടിയുമായ രാഷ്ട്രത്തിൽ ആണവ സാമഗ്രികൾ സുരക്ഷിതമല്ല. ഇന്ത്യ ഈ ആശങ്ക ഉന്നയിച്ചിരിക്കുന്നത് ലോകരാജ്യങ്ങൾക്ക് മുന്നിലാണ്. ആണവോർജ്ജ ഏജൻസി പാകിസ്ഥാനിലെ ആണവ ശേഖരം നിരീക്ഷിക്കണമെന്നും രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടു. അതല്ലെങ്കിൽ പാകിസ്ഥാൻ എങ്ങനെ ആണവ ശേഖരം കൈകാര്യം ചെയ്യുമെന്ന് പറയാനാവില്ല. ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി പൂർത്തിയായ ശേഷം പാകിസ്ഥാനിലെ ആണവ ശേഖരത്തെക്കുറിച്ച് പുറത്തുവന്ന വാർത്തകളാണ് ഇന്ത്യയുടെ ഈ ആവശ്യത്തിന് പിന്നിൽ. പാകിസ്ഥാൻ ആണവ സാമഗ്രികൾ സൂക്ഷിക്കുന്ന കിരാന ഹിൽസിൽ നിന്ന് ആണവ വികിരണം ഉയർന്നെന്നും ജനങ്ങളെ ഒഴിപ്പിച്ചെന്നും ബോറോൺ വിതറി വികിരണം നിർത്തിയെന്നും അമേരിക്ക ഉടൻ ഇടപെട്ടെന്നുമുള്ള അഭ്യൂഹങ്ങൾ ആരും നിഷേധിക്കാതെ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. ആണവ വികിരണം ഉണ്ടായില്ലെന്ന് ആണവോർജ്ജ ഏജൻസി പറയുമ്പോഴും സുരക്ഷിതമായി പാകിസ്ഥാൻ ന്യൂക്ക് കൈകാര്യം ചെയ്യില്ലെന്ന ആശങ്ക ഇന്ത്യ ലോകരാജ്യങ്ങളെ അറിയിക്കുകയാണ്. പാകിസ്ഥാന്റെ ആണവ ബ്ലാക്ക് മെയിലിംഗ് ഇന്ത്യ പൊളിച്ചടുക്കി കഴിഞ്ഞു. ഇനി പാക് ആണവ വീമ്പിൽ ശ്രദ്ധിക്കേണ്ടത് ലോകരാജ്യങ്ങളും ആണവോർജ്ജ ഏജൻസിയുമല്ലേ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ ശ്രീ രഘുനാഥ് നായർ, ശ്രീ ഷാബു പ്രസാദ്, ശ്രീ സജിമോൻ ആന്റണി എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ രഘുനാഥ് നായർ. ഇന്നലെയും നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. അപ്പോൾ അന്തരീക്ഷത്തിലുണ്ടായിരുന്നത് പാകിസ്ഥാൻ ആണവ സാമഗ്രികൾ സൂക്ഷിക്കുന്ന കിരാന ഹിൽസിൽ നിന്ന് ആണവ വികിരണം ഉയർന്നിരുന്നു എന്നാണ്. ബോറോൺ വിതറി ഇത് ഇല്ലാതാക്കി എന്നുമുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അത് ടോം കൂപ്പറിനെ പോലുള്ള യുദ്ധ ചരിത്രകാരന്മാർ സ്ഥിരീകരിക്കുകയും ചെയ്ത കാര്യമാണ്. ഇന്ത്യ സർഗോധ എയർബേസിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കിരാന ഹിൽസിൽ നിന്ന് ആണവ വികിരണം ഉണ്ടായത് എന്നുമൊക്കെയുള്ള അഭ്യൂഹങ്ങളായിരുന്നു. പക്ഷേ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി, അവരാണല്ലോ ഒരു വാച്ച് ഡോഗ് ആയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത് ആണവ സാമഗ്രികൾ രാജ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ. പക്ഷേ അവർ പറയുകയാണ് പാകിസ്ഥാനിലെ കിരാന ഹിൽസിൽ അങ്ങനെ ഒരു ആണവ വികിരണം ഉണ്ടായിട്ടില്ല എന്ന്. ശരി, പക്ഷേ ഇന്ത്യ ഇന്നൊരു ആവശ്യം ലോകരാജ്യങ്ങൾക്ക് മുന്നിലും ആണവോർജ്ജ ഏജൻസിക്ക് മുന്നിലും വെച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ആയുധ ശേഖരം ആണവ ശേഖരം അവർ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് തിട്ടമില്ല. അതുകൊണ്ട് ഈ തെമ്മാടി രാഷ്ട്രത്തിൻ്റെ ആണവ ശേഖരം അത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി IAEA നിരീക്ഷിക്കണം എന്ന ആവശ്യമാണ് ഇന്ത്യ ഉന്നയിച്ചിരിക്കുന്നത്. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഈ ഒരു ആശങ്ക ഇന്ത്യ ഉന്നയിക്കുകയും ചെയ്തു. ഇത് എത്രമാത്രം അർത്ഥവത്താണ്? ഇതിപ്പോ ശ്രീ മഞ്ജുഷേ, നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ട് ഈ ഒരു വിഷയത്തെ എടുക്കുകയാണെങ്കിൽ കുറേ ദിവസമായിട്ട് നമ്മളിത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി ഈ കുട്ടികൾ വളരുന്ന പോലെ ഓരോ സ്റ്റേജിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഇത് അനുദിനം വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ അവിടെ ആക്രമിച്ചു, കിരാന ഹിൽസിൽ നമ്മൾ ആക്രമിച്ചു, ബോംബിട്ടു, അല്ലെങ്കിൽ മിസൈൽ ഫയർ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകളാണ് വന്നത്. അത് വന്നു കഴിഞ്ഞപ്പം സത്യമായിട്ടും ഏതൊരു ഭാരതീയനും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാർത്തയായിരുന്നു അത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം അവരുടെ ഇത്രയും ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള ന്യൂക്ലിയർ ബേസുകളെ അല്ലെങ്കിൽ ന്യൂക്ലിയർ സ്റ്റോറേജ് ഫെസിലിറ്റികളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ ഇന്റലിജൻസ് അത്രയും സ്ട്രോങ് ആണ്. എന്നിട്ട് വളരെ കൃത്യമായിട്ട് അവിടെ നമ്മൾ ബൊമ്പാർഡ് ചെയ്യല്ലേ, മിസൈൽ ഫയർ ചെയ്തു, പിൻ പോയിന്റ് ആക്രമണം നടത്തി എന്നൊക്കെ കേൾക്കുമ്പോൾ ഏതൊരാൾക്കും ഗൂസ് ബംപ്സ് ഉണ്ടാവുന്ന ഒരു വസ്തുത തന്നെയാണ്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു നമ്മുടെ ഡിഫൻസിന്റെ DGAO വളരെ കൃത്യമായിട്ട് പറഞ്ഞു അവിടെ കിരാന ഹിൽസിൽ ആണവ സ്റ്റോറേജ് ഉണ്ടെന്നുള്ള വിവരം ഞങ്ങൾക്ക് അറിയത്തില്ല. മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നതെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ അമേരിക്കയുടെ ഈ പറഞ്ഞ പോലെ ആണവ വികിരണ പ്രതിരോധ സംവിധാനമുള്ള വിമാനങ്ങളുടെ പ്രസൻസ് അതൊക്കെ വളരെ സ്പഷ്ടമായിട്ട് അവിടെ വന്നതാണ്. അതിൻ്റെതായിട്ടുള്ള പൂർണ്ണമായ വിവരങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിനുശേഷം ഇപ്പം മഞ്ജുഷ പറഞ്ഞ പോലെ ബോറോൺ വിതരണം ചെയ്യാനായിട്ട് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈജിപ്തിന്റെ വിമാനങ്ങൾ വരുന്നു. ഈജിപ്തിൽ നിന്ന് ബോറോൺ അവിടെ എത്തിക്കണം. അപ്പോൾ ബോറോൺ എത്തിക്കുന്ന ഇതിനു മുമ്പ് ഷെർണോബൈലിൽ ഒരു ആണവവികിരണം നടന്നപ്പോഴും നമ്മൾ ബോറോൺ അവിടെ എത്തിച്ചിട്ട് അങ്ങനെയാണ് ആ വികിരണം തടഞ്ഞത്. പിന്നെ ഫുക്കുഷിമയിലും അത് തന്നെയായിരുന്നു സംഭവിച്ചത്. അപ്പോൾ ഇതെല്ലാം നടക്കുന്നുണ്ട്. അതിനുശേഷം ഇതാ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറയുന്നു അവിടെ ആണവ വികിരണം നടന്നിട്ടില്ല. ശരി, അപ്പം ഇന്ത്യ ആക്രമിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല. അപ്പോൾ അത് നമ്മുടെ ഗവൺമെന്റ് ഏജൻസീസും ഡിഫൻസ് ഏജൻസീസും എല്ലാം ഇല്ല എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിച്ചേ മതിയാവുള്ളൂ. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പാകിസ്ഥാന്റെ റെസ്പോൺസിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാകിസ്ഥാൻ ആദ്യമായിട്ട് ഇന്ത്യ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കിയല്ലേ, ന്യൂക്ലിയർ ടെക്നോളജി വികസിപ്പിച്ചപ്പോൾ അന്ന് സുൽഫിക്കർ അലി ഭൂട്ടോ പറഞ്ഞത്, ഞങ്ങൾ പാകിസ്ഥാനികൾ പുല്ല് തിന്നിട്ടായാലും വേണ്ടില്ല, ഞങ്ങൾ അണുബോംബ് ഉണ്ടാക്കും എന്ന് പറഞ്ഞു. ശരി, അവര് ന്യൂക്ലിയർ ടെക്നോളജി മോഷ്ടിച്ചു കൊണ്ടുവന്നിട്ടോ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, അവർ ന്യൂക്ലിയർ ടെക്നോളജി വികസിപ്പിച്ചു. ഇതൊരു വശം. ടെക്നോളജി വികസിപ്പിക്കുമ്പോൾ അവർ പറയുന്നത് ഇതൊരു ഇസ്ലാമിക് ബോംബാണ്. അപ്പൊ അവർ നേരെ ന്യൂക്ലിയർ എനർജി ഇന്ത്യ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇതൊരു ബോംബെന്നും പറഞ്ഞല്ല ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തത് സമാധാനപരമായ ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട്, നമുക്ക് എനർജി ഉൽപ്പാദിപ്പിക്കാനും അതുപോലെയുള്ള സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ ന്യൂക്ലിയർ ടെക്നോളജി വികസിപ്പിക്കുന്നത്. പാകിസ്ഥാൻ അതേ സമയത്ത് നേരെ പോയിട്ട് ഇതിനെ ന്യൂക്ലിയർ ബോംബ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വികസിപ്പിച്ചിരിക്കുന്നത്. പീസ്ഫുൾ യൂസിന് വേണ്ടിയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടല്ല. അവിടെ ഇസ്ലാമിക് ബോംബ് എന്നതിന് പേരും കൊടുത്തു. അതായത് ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബോംബ്. അപ്പൊ അന്ന് അമേരിക്കയ്ക്കുണ്ട്, റഷ്യക്കുണ്ട്, ചൈനയ്ക്കുണ്ട്, ഫ്രാൻസിനുണ്ട്, ബ്രിട്ടനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഇന്ത്യക്കും കൂടെ ആയപ്പോൾ ഇല്ല. അപ്പൊ അവിടെ ഉദ്ദേശം രണ്ടായിരുന്നു. ഒന്ന്, ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഇന്ത്യ. ഇതൊരു മെസ്സേജാണ് ലോകത്തിന്. കാരണം ഇന്ത്യയിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കി ഉടനെ ഞങ്ങൾക്കും ഉണ്ടാക്കണം. അത് ഇസ്ലാമിക് ബോംബ് എന്നതിന് പേരിട്ടു. കാരണം ഇസ്ലാമിക് കൺട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ നേതൃത്വം നൽകി കൊടുക്കുന്നു. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളാണ് ഇസ്ലാമിക് കൺട്രീസിന്റെ മിസ്റ്റിഹ, എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കാണ് എന്നുള്ളൊരു മെസ്സേജും, അങ്ങനെ പല ഹിഡൻ മെസ്സേജസും അതിനകത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് എപ്പോഴെങ്കിലും ചെറിയൊരു ഈശാപോശ, അതായത് അവിടെ ബേനസീർ ഭൂട്ടോ ഭരിക്കുന്ന കാലത്ത്, ഒരു പക്ഷേ ശ്രീ ഷാബു പ്രസാദിനൊക്കെ ഓർമ്മയുണ്ടാവും, ബേനസീർ ഭൂട്ടോ ഭരിക്കുന്ന കാലത്ത് നമ്മുടെ ഇവിടെ ശ്രീ നരസിംഹറാവു പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന കാലഘട്ടത്തിലും എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് എല്ലാ പാകിസ്ഥാനിലെ ഭരണാധികാരികളും, നിങ്ങൾ ഓർത്തോണം, ഞങ്ങളൊരു ന്യൂക്ലിയർ പവറാണ്, ഞങ്ങൾ അണുബോംബ് വിടും, നിങ്ങൾ വാ തുറന്ന, നിങ്ങൾ മിണ്ടിയ ഞങ്ങൾ അണുബോംബ് വിടും. അപ്പൊ പാകിസ്ഥാന് യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇപ്പോൾ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ് അത് നടക്കുകയില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായിട്ട് പറയുകയുണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, സർഗോദ എയർബേസ് ഇന്ത്യ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ ഗർത്തമാണല്ലോ അവിടെ എയർബേസിന്റെ റൺവേയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം അവിടുന്ന് ഈ ന്യൂക്ലിയർ വികിരണം ഉണ്ടായതൊന്നും അത് ഇന്ത്യക്ക് അതിനകത്ത് പങ്കൊന്നുമില്ല എന്നുള്ള കാര്യം ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മാത്രമല്ല, പാകിസ്ഥാൻ ഇതുവരെ സമ്മതിച്ചിട്ടുമില്ല അങ്ങനെ കിരാന ഹിൽസിൽ നിന്ന് അണുവികിരണം ഉണ്ടായി എന്നുള്ള കാര്യമൊന്നും പാകിസ്ഥാനും സമ്മതിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യ ആണവോർജ്ജ ഏജൻസിയെ ഇക്കാര്യം അറിയിക്കുന്നതിലുള്ള പ്രസക്തി എത്രത്തോളമാണ്? ആണവോർജ്ജ ഏജൻസി പറഞ്ഞുവല്ലോ, കിരാന ഹിൽസിൽ അങ്ങനെ അണുവികിരണം ഒന്നും ഉണ്ടായിട്ടില്ല, ന്യൂക്ലിയർ വികിരണം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന്. പക്ഷേ ആണവോർജ്ജ ഏജൻസി അതിനായി ഒരു പഠനം നടത്തിയ ശേഷം ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ട ഒരു വിവരമാണോ ഇത്? അതോ പഠനം നടത്താതെ പാകിസ്ഥാൻ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ ആണവോർജ്ജ ഏജൻസി ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്? അതുകൊണ്ടാണോ ഇന്ത്യ ഇപ്പോൾ പറഞ്ഞത് ഉത്തരവാദിത്തമില്ലാതെയാണ് പാകിസ്ഥാൻ ആണവ ശേഖരം കൈകാര്യം ചെയ്യുന്നത്, അത് ഇന്ത്യക്ക് മാത്രമല്ല മറ്റു രാജ്യങ്ങൾക്കും ഭീഷണിയാണെന്ന്? കാരണം എവിടെ, എങ്ങനെ, എപ്പോൾ എന്ന് പറയാൻ ആവാത്ത വിധത്തിൽ ഈ തെമ്മാടി രാഷ്ട്രം പാകിസ്ഥാൻ അത് കൈകാര്യം ചെയ്യുമെന്നുള്ള ആശങ്കയല്ലേ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ വെച്ചിരിക്കുന്നത്? പഞ്ചുഷ, ഞാനിത് വളരെ കൃത്യമായിട്ട് പറയാം. IAEA പാകിസ്ഥാനിൽ ഒരു ഇൻസ്പെക്ഷൻ നടത്തിയിട്ടില്ല. IAEAയുടെ ഒരു റെപ്രസെന്റേറ്റീവ് പോലും പാകിസ്ഥാനിൽ പോയിട്ടില്ല. അതിനെപ്പറ്റി യാതൊരുവിധ റിപ്പോർട്ടും ഇല്ല. കാരണം ഇത് IAEA പാകിസ്ഥാനിൽ ചെന്നിട്ടുണ്ടെങ്കിൽ, ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാധ്യമങ്ങളിൽ പോലും വരേണ്ടതാണ്. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. IAEA ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ഓഫീസിലോ വീട്ടിലോ ഇരുന്നു കൊണ്ട് പാകിസ്ഥാനെ വിളിച്ച് ചോദിക്കുകയാണ്, മോനെ പാകിസ്ഥാനെ, നിന്റെ അവിടെ ഈ ന്യൂക്ലിയർ വല്ലതും പൊട്ടിയോ, വല്ലതും ലീക്ക് ആയോ എന്ന് ചോദിച്ചു. പാകിസ്ഥാൻ പറഞ്ഞേ ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ ഒന്നും പൊട്ടിയിട്ടുമില്ല, ഒന്നും ലീക്കായിട്ടുമില്ല, എല്ലാം ഭദ്രമാണെന്ന് പറഞ്ഞു. IAEA റിപ്പോർട്ട് കൊടുത്തു. ഇത് ഞാൻ പറയാനായിട്ട് വെറുതെ ഒരു ആരോപണം പറയുകയല്ല. ഷെർണോബൈലിൽ ന്യൂക്ലിയർ ദുരന്തം ഉണ്ടായല്ലോ. ഷെർണോബൈലിൽ ന്യൂക്ലിയർ ദുരന്തം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ചെർണോബൈലിൽ പോയിട്ടില്ല, റഷ്യയിലേ പോയിട്ടില്ല. എന്നിട്ട് അവർ ഈ പറഞ്ഞ പോലെ റഷ്യ കൊടുത്ത വിവരങ്ങൾ വെച്ചുകൊണ്ട് അവിടെ ആ ദുരന്തത്തിൽ ഉണ്ടായതിന്റെ വികിരണത്തിന്റെ തോത് കുറച്ച് കാണിക്കുകയാണ് ചെയ്തത്. അതിന്റെ ആക്ച്വൽ ഡാമേജ് എത്രയാണെന്നുള്ളത് ഇവർ പറഞ്ഞില്ല. അങ്ങനെ നിരുത്തരവാദപരമായിട്ടാണ് IAEA ചെയ്യുന്നത്. IAEA പറ്റി ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. കാരണം ഇന്റർനാഷണൽ പ്രഷർ അനുസരിച്ചിട്ട്, അത് അമേരിക്കയുടെ ഭാഗത്തു നിന്നായാലും റഷ്യയുടെ ഭാഗത്തു നിന്നായാലും ചൈനയുടെ ഭാഗത്തു നിന്നായാലും പല ഭാഗത്തു നിന്നായാലും പ്രഷർ അനുസരിച്ചിട്ട് ഇവർ ആക്ട് ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇവിടെ ഇവർ മറച്ചു വെച്ചു എന്നുള്ളൊരു വാസ്തവമാണ്. പാകിസ്ഥാനും മറച്ചു വെച്ചു, അമേരിക്ക മറച്ചു വെച്ചു, ചൈനയ്ക്കറിയാം ചൈന മറച്ചു വെച്ചു, ഈജിപ്റ്റ് മറച്ചു വെച്ചു, IAEA മറച്ചു വെച്ചു. ഇനി ഇന്ത്യയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കറിയാം ഇന്ത്യയും മറച്ചു വെച്ചു. ഇന്ത്യയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ, ഞാനാണെന്ന് പറയില്ല ഒരിക്കലും.
അപ്പൊ അതിനുള്ള കാരണങ്ങൾ എന്താണ്? അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇത് വെളി പറയാതിരിക്കാൻ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തായിരുന്നു. അപ്പൊ ഇത് ഇന്ത്യ ചെയ്തതാണെങ്കിൽ പാകിസ്ഥാൻ ഇത് അന്താരാഷ്ട്ര തലത്തില് ഇത് വലിയൊരു ഇഷ്യൂ ആയിട്ട് ഉപയോഗിക്കണ്ടേ എന്നൊരു ചോദ്യം കൂടെ നമ്മുടെ ഇവിടെ ചർച്ചയിൽ വന്നായിരുന്നു. ബേസിക്കലി ഇന്ത്യ അത് മാത്രമല്ല, ഈ കിരാന ഹിൽസിലാണ് ഈ ആണവ ശേഖരം ഉള്ളത് എന്നുള്ള കാര്യം പാകിസ്ഥാൻ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുള്ളതാണോ? അങ്ങനെ ഒരിക്കലും ഇല്ല. കാരണം ഈ ആണവ ശേഖരങ്ങളെ അല്ലെ ആണവ കേന്ദ്രങ്ങളെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആക്രമിക്കില്ല എന്നൊരു ധാരണയുണ്ട്. ഈ ധാരണ പ്രകാരം എവിടൊക്കെയാണ് എന്നുള്ളത് കൈമാറിയിട്ടുണ്ട് കുറേയൊക്കെ വിവരങ്ങൾ. കിരാന ഹിൽസിലാണ് ഇവരുടെ പരമാവധി വലിയൊരു ശേഖരം ഉള്ളത്. അപ്പൊ ഏതാണ്ട് 10-70 ബോംബിലധികം അവിടെ നഷ്ടപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്, സ്ഥിരീകരിക്കാത്തത്. ഈ വിവരം ഇന്ത്യക്ക് കൈമാറിയ കൂട്ടത്തിൽ ഇല്ല. കാരണം വലിയൊരു ശേഖരം അവിടെ ആയതുകൊണ്ട് ഇന്ത്യ ഇനി നാളെ ആക്രമിച്ചാലോ, എന്നാലും ഞങ്ങളുടെ കയ്യിൽ സ്റ്റാൻഡ് ബൈ വേണമല്ലോ എന്നും പറഞ്ഞ് നമ്മൾ ഈ കോഴിയെ അടച്ചു വെക്കുന്ന പോലെ അടവെക്കുന്നത് പോലെ കൊട്ടയ്ക്കകത്തിട്ട് അടച്ചു വെച്ച് അവിടെ മിണ്ടാതിരുന്നു. ഇതാണ് സംഭവിച്ചത്. അതുകൊണ്ടാണല്ലോ ഇന്ത്യൻ DG വളരെ ധൈര്യമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു. കിരാന ഹിൽസോ അതെവിടെയാണ്, അവിടെ ആരാക്രമിച്ചു എന്ന് അദ്ദേഹം വളരെ ധൈര്യത്തോടു കൂടി പറയുകയും ചെയ്തു. അതെ. അപ്പൊ ഇത് മറച്ചു വെക്കാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ഈ പാകിസ്ഥാൻ ഇവിടെ ഒരു ആണവ ചോർച്ച ഉണ്ടായി എന്ന് സ്ഥിരീകരിച്ചാൽ അത് ഏത് കാരണം കൊണ്ടായിക്കോട്ടെ, ഇത് ആഗോള തലത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു പരിശോധന, കാരണം ഇന്റർനാഷണൽ ഏജൻസീസ് ഒക്കെ വന്നിട്ട് പറയും അങ്ങനെ ചോർച്ച ഉണ്ടായെങ്കിൽ വെറുതെ വിടാൻ പറ്റില്ല, നമുക്ക് അവിടെ പോയി പരിശോധന നടത്തണം. അങ്ങനെ പരിശോധന നടത്തുമ്പോൾ ഇതിന്റെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പാകിസ്ഥാനെതിരെ ഒരുപാട് ഉപരോധങ്ങളും വിളിച്ചു വരുത്താനുള്ള കാരണമാവും. അതുപോലെ തന്നെ അങ്ങനെ വന്നു കഴിയുമ്പോൾ അമേരിക്കൻ പാകിസ്ഥാനും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ശത്രുക്കളൊന്നുമല്ല, വളരെ നല്ല ബന്ധമുണ്ട്. ഈ അടുത്ത കാലത്തും ട്രംപ് 450 മില്യൺ കണ്ട് US$ ബൈഡൻ സാങ്ഷൻ ചെയ്തിരുന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അമേരിക്കയുടെയും പാകിസ്ഥാന്റെയും ബന്ധങ്ങളെ വഷളാക്കാനുള്ള ഒരു സാധ്യതയും കൂടെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇൻ കേസ് അത് ഇന്ത്യ ആക്രമിച്ചിട്ടാണ് എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഭരണകൂടത്തിനും അത് നിക്കക്കള്ളിയില്ല. കാരണം ഒരു പ്രതികാര നടപടിയിലേക്ക് ഇന്ത്യക്ക്, കാരണം പിന്നെ അവർക്ക് പ്രതികാരം ചെയ്യണമെന്നാണല്ലോ. അപ്പൊ പ്രതികാര നടപടിയിലേക്ക് നിർബന്ധിതരാകും പാകിസ്ഥാനെ. അങ്ങനെ വരുമ്പോൾ അത് വലിയൊരു സംഘർഷത്തിന് കാരണമായിട്ട് വരും. പിന്നെ വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു പുകമറ സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യതയും ഞാനിവിടെ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന് അവിടുത്തെ ജനങ്ങളുടെ മുമ്പിലും ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിലും അവരുടെ മുഖം രക്ഷിക്കാനായിട്ട് സഹായിക്കും. കൂടാതെ ഇന്ത്യയുമായിട്ടൊരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാനായിട്ടും സഹായിക്കും. പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്കയ്ക്ക് ഇറാനിലും നോർത്ത് കൊറിയയിലും ആണവ ആയുധങ്ങളെ അല്ലെ ആണവ ശേഖരങ്ങളെ നശിപ്പിക്കാനായിട്ട് വലിയൊരു താല്പര്യമുണ്ട്, അമേരിക്കയ്ക്കും മറ്റു ചില രാഷ്ട്രങ്ങൾക്കും. ഇത് അമേരിക്ക പിന്നെ പരസ്യമായിട്ടും രഹസ്യമായിട്ടും പല പ്രാവശ്യം ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. നോർത്ത് കൊറിയ നശിപ്പിക്കുമെന്ന് പറയുന്നു. പക്ഷെ അതുപോലെ തന്നെ ഇറാനെ ആക്രമിക്കാനായിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ഇസ്രായേൽ യുദ്ധത്തിന്റെ സമയത്തും അവർ വളരെ ശക്തമായിട്ട് പദ്ധതി ഇട്ടിട്ടുണ്ട്. അപ്പൊ മറ്റുള്ള യുദ്ധങ്ങളും എല്ലാം കൂടെ നടക്കുമ്പോൾ ഈ കോൺസെൻട്രേഷൻ സ്പ്ലിറ്റ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി അതിപ്പോ തൽക്കാലം മിണ്ടാതെ വെച്ചിരിക്കുക. അപ്പൊ ഈ പാകിസ്ഥാനിൽ ഇങ്ങനെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ സ്റ്റോറേജ് ഉണ്ട്, അല്ലെ ഒരു ഹാൻഡിലിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനെ നോർത്ത് കൊറിയനെ ആക്രമിക്കുന്നതിന് മുമ്പായിട്ട്, കാരണം അവിടെ ആണവായുധങ്ങൾ ഉണ്ട് എന്നുള്ളതിന് യാതൊരു എവിഡൻസും ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല, കൊടുത്തിട്ടുമില്ല. ഇറാൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് 24 മണിക്കൂറിൽ സംയോജിപ്പിക്കാൻ സാധിക്കും, ഞങ്ങളുടെ ഇല്ല, പക്ഷെ വിത്തിൻ 24 hours ആവശ്യമുണ്ടെങ്കിൽ സംയോജിപ്പിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഉണ്ട്. എനിവേ, അപ്പൊ അത് ഇതിന് വേറെ പ്രൂഫ് ഇല്ല. പക്ഷേ പാകിസ്ഥാന്റെ കേസിൽ നമുക്ക് 100% പ്രൂഫ് ഉണ്ട്. അതുകൊണ്ട് പാകിസ്ഥാന്റെ ആദ്യം ശരിയാക്കിയിട്ട് മതി ഇറാനിലേക്കും നോർത്ത് കൊറിയയിലേക്കും പോകുന്നത് എന്ന് റഷ്യ, ചൈന പോലെയുള്ള ഒരുപാട് രാജ്യങ്ങൾ ഒരു സ്റ്റാൻഡ് എടുക്കും. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടും കൂടി അമേരിക്കയ്ക്ക് ഇത് മറച്ചു വെക്കാനായിട്ട് താല്പര്യം ഉണ്ടാവും. പിന്നെ പാകിസ്ഥാന്റെ ആഭ്യന്തര സ്ഥിരത, കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ സൈന്യത്തിലും പാകിസ്ഥാന്റെ എന്താ പറയാ സർക്കാരിലും അതുപോലെ അവരുടെ ആണവ ശക്തിയിൽ തന്നെ അവിടുത്തെ പൊതുജനങ്ങളുടെ വിശ്വാസം, ആ കോൺഫിഡൻസ് ഇല്ലാണ്ടാവും. എന്ന് മാത്രമല്ല, പാകിസ്ഥാനിലെ പ്രതിപക്ഷവും ഇന്ത്യയിലെ പോലെ തന്നെയാണ് നമ്മുടെ ഈ ഡെമോക്രസി വർക്ക് ചെയ്യുന്ന കാലത്ത് അവർ ഇതിനെ ഗവൺമെന്റിനെതിരായിട്ട് ഭയങ്കര ശക്തമായിട്ട് ഉപയോഗിക്കും. ഇത് ഭയങ്കരമായ അസ്വസ്ഥത ഉണ്ടാക്കും. അതുകൊണ്ട് പാകിസ്ഥാനും ഇത് മറച്ചു വെക്കുകയാണ്. എന്താണ് കിരാന ഹിൽസിൽ സംഭവിച്ചത് എന്ന് പാകിസ്ഥാൻ പറയുന്നില്ല. ശ്രീ സജിമോൻ ആന്റണി, അമേരിക്കയ്ക്ക് ഇതിലുള്ള താല്പര്യം താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? താങ്കൾ അമേരിക്കയിൽ നിന്നാണല്ലോ ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ട്രംപ് പറഞ്ഞത് ആണവ യുദ്ധം ഒഴിവാക്കുകയാണ് താൻ ചെയ്തത് എന്നാണ്. പക്ഷേ ട്രംപിന്റെ മധ്യസ്ഥത ഇന്ത്യ സ്വീകരിച്ചിട്ടില്ല എന്നത് മറ്റൊരു കാര്യം. അമേരിക്കയുടെ മധ്യസ്ഥത സ്വീകരിച്ചിട്ടില്ല എന്നത്. പാകിസ്ഥാൻ ഇങ്ങോട്ട് വരികയായിരുന്നു വെടിനിർത്തലിന് യാചിച്ചുകൊണ്ട്, അത് ഇന്ത്യ സമ്മതിക്കുകയായിരുന്നു. അത് ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യവസ്ഥകൾ പ്രകാരമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോൾ എന്തായിരുന്നു അമേരിക്കയുടെ താല്പര്യം? അത് കിരാന ഹിൽസിൽ നിന്ന് ആണവ വികിരണം ഉണ്ടായതാണോ? പാകിസ്ഥാന്റെ ആണവ ശേഖരം ലോകത്തിന് മുന്നിൽ വെളിപ്പെട്ടു എന്നതായിരുന്നു.
മഞ്ജുഷേ, ആദ്യം തന്നെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യൻ സായുധ സേനയ്ക്കും ഇന്ത്യൻ ഗവൺമെന്റും ഇന്ത്യൻ ജനതയ്ക്കും ഒരു ബിഗ് സല്യൂട്ട്. നമ്മളെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിരന്തരം മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന 5 പേരെയും 50 പേരെയും 200 പേരെയും ബാംഗ്ലൂർ തൊട്ട് കൽക്കട്ട തൊട്ട് ഡൽഹി തൊട്ട് നമ്മുടെ രാജ്പഥ് ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും പല വേദികളിലും ഒളിഞ്ഞും പതിഞ്ഞും ആക്രമിച്ച പാകിസ്ഥാനെ കട്ടടിപ്പിച്ചതിനുള്ള ഗവൺമെന്റിനും സായുധ സേനയ്ക്കും ജനതയ്ക്കുമുള്ള ഒരു അഭിവാദനം അർപ്പിക്കുകയാണ് അമേരിക്കയിൽ നിന്ന്. ഇന്ന് താങ്കൾ പറഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് കാലത്തെ ട്രംപ് പറഞ്ഞൊരു വേർഡാണ് എനിക്ക് വരുന്നത്. അമേരിക്ക നിത്യമായിട്ടൊരു ശത്രുവോ മിത്രമോ ഇല്ല എന്നുള്ളൊരു പോളിസിയിലേക്കാണ് ട്രംപിന്റെ പോളിസി ഇപ്പൊ പോകുന്നത്. അത് ട്രംപിന്റെ പോളിസി അത് അമേരിക്കയുടെ പോളിസി ആയിട്ട് ചുമലേറ്റി അങ്ങനെ ഒരു ലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് എൻ്റെ സഹപാനലിസ്റ്റ് പറഞ്ഞു കൊടുക്കുക തന്നെ ഈ ഒരു യുദ്ധങ്ങളുടെ ഒരു വ്യത്യാസം ഇതിനു മുമ്പ് നമ്മൾ 4 വലിയ യുദ്ധങ്ങൾ കണ്ടു കഴിഞ്ഞു. 48-ലും 65-ലും 67-ലും 99-ലും ഒക്കെ കട്ടയോ, അതായത് നിഷ്പക്ഷമായിട്ട് തന്നെ നമുക്ക് എല്ലാം പറയാം. ഇന്ത്യൻ മീഡിയ മാത്രമല്ല, ലോകമാകമാനമുള്ള എല്ലാ മീഡിയയും പറയുന്ന ഒരു കാര്യമുണ്ട്: ഈ 4 തവണയും പാകിസ്ഥാനെ നമ്മൾ തോൽപ്പിച്ച് കയ്യിൽ കൊടുത്തതാണ്. അവർ യാചിച്ച് ഓടി പോയതാണ് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇവിടുത്തെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് എന്തുമാത്രം ഉണ്ടായിരുന്നു, അല്ലെ ട്രംപിന്റെ ഇൻഫ്ലുവൻസ് എന്തുമാത്രം ഉണ്ടായിരുന്നു എന്ന് നോക്കിയാൽ ഞാൻ എൻ്റെ ടൈം ലൈൻ മാത്രം ഒന്ന് നോക്കുകയാണ്. ഏപ്രിൽ 22-ാം തീയതി 26 ആൾക്കാരെ നിഷ്കരണം കശാപ്പ് ചെയ്തപ്പം ഇന്ത്യൻ ഗവൺമെന്റ് ഒരു 15 ദിവസത്തെ ഒരു ബ്രീത്തിങ് ടൈം എടുത്ത് നല്ലൊരു പ്ലാനും പദ്ധതിയുമായിട്ട് പോയി സ്ട്രൈക്ക് ചെയ്തു. 9 തൊട്ട് 16 വരെ പാകിസ്ഥാന്റെ കേന്ദ്രങ്ങളിൽ വന്നു. സാധാരണഗതിയിൽ വരുമ്പം അതിർത്തിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുന്ന ഒരു പ്രതിഭാസത്തിൽ നിന്ന് മാറി ഏകദേശം കിലോമീറ്ററുകൾ, മൈലുകളുടെ ഉള്ളിലേക്ക്, ഈവൻ ഇസ്ലാമാബാദും കറാച്ചിയിലുള്ള പ്രമുഖ നഗരങ്ങളിലും അല്ലെങ്കിൽ അവിടെയുള്ള എയർബേസ് വരെ അറ്റാക്ക് ചെയ്യാൻ ഉള്ള കേപ്പബിലിറ്റി ഉള്ള നമ്മുടെ വ്യോമസേനയുടെ ഒരു നല്ലൊരു പ്രതികരണമാണ് നമ്മൾ അവിടെ കണ്ടത്. അപ്പൊ ആദ്യത്തെ ദിവസങ്ങളിൽ ഇവിടുത്തെ ഒരു പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിന്റെ എക്സാക്ട് വേർഡ് ഞാൻ കോട്ട് ചെയ്യുകയാണ്: ഇറ്റ്സ് എ ഷെയിം. അതായിരുന്നു അദ്ദേഹത്തിന്റെ വേർഡ്, റൈറ്റ്? അത് കഴിഞ്ഞിട്ട് 2ാമത്തെ ദിവസം പറഞ്ഞത് അമേരിക്കയുടെ ഇപ്പോഴത്തെ പോളിസി അനുസരിച്ചിട്ട് വേറൊരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ ഇന്ത്യ പാകിസ്ഥാനുള്ള ബൈലാറ്ററൽ കോൺഫ്ലിക്റ്റിനകത്ത് ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല, ഞങ്ങൾ മാറി നിൽക്കുകയാണ് എന്നുള്ള ഒരു പരസ്യമായ പ്രസ്താവന നടത്തുകയും, എന്നാൽ ഇമ്മീഡിയറ്റ്ലി മാർക്കോ റൂബിയോയും ഫോറിൻ സെക്രട്ടറി, അതോടൊപ്പം തന്നെ ഡിഫൻസ് സെക്രട്ടറി ഇപ്പോഴത്തെ, അതോടൊപ്പം നമ്മുടെ JD വാൻസ് വൈസ് പ്രസിഡന്റും ഇന്ത്യൻ ഗവൺമെന്റും പാകിസ്ഥാനും ഗവൺമെന്റുമായിട്ട് നിരന്തരം സമ്പർക്കം ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളും ഇവിടെ ആക്റ്റീവിലായിട്ട് വന്നുകൊണ്ടിരുന്നു. അപ്പൊ ഒരു സൈഡിൽ മീഡിയയുടെ മുന്നിൽ അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് വി ഹാവ് നത്തിങ് ടു ഡു വിത്ത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ മറുതരത്തിൽ അവരുടെ ഒരു അപ്രോച്ചും നമുക്ക് കാണാമായിരുന്നു. എന്തുമാത്രം സത്യമുണ്ട് എന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല, നമുക്ക് മീഡിയയിൽ വരുന്നത് ഇത് കോട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ ഇവരുടെ ഒരു ഇത്. പക്ഷേ ഐറോണിക്കലി അല്ലെങ്കിൽ സർപ്രൈസിങ് ആയിട്ടുള്ള ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും ഒഫീഷ്യലി ഒരു സീസ് ഫയർ ഡിക്ലെയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പ്രസിഡന്റ് ട്രംപ് ട്വിറ്ററിൽ അല്ലെങ്കിൽ എക്സിൽ കുറിച്ചതാണ് നമ്മളെ എല്ലാവരെയും ശ്രദ്ധ പെട്ടെന്ന് കേന്ദ്രീകരിച്ചത്. അമേരിക്കയ്ക്ക് എന്തായിരുന്നു ഇതിനകത്തുള്ള പങ്ക് എന്നുള്ളത്. അപ്പൊ ചില സമയങ്ങളിൽ നമുക്കറിയാം യുദ്ധപരമായ ചില കാര്യങ്ങൾ, അതിന്റെ നയതന്ത്രം, അതിന്റെ ഒരു സങ്കീർണതയൊക്കെ ഉള്ളപ്പം എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയേണ്ട ആവശ്യം ഒരു ഗവൺമെന്റിനുമില്ല, അല്ലെങ്കിൽ സായുധ സേനയ്ക്കുമില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ചില സീക്രട്ട് ആയിട്ട് തന്നെ ഇരിക്കും അത്. ചില സീക്രട്ടുകളൊക്കെ നമ്മൾ ഇനി 10-15 വർഷം കഴിയുമ്പോൾ ഈ ടീമിലുള്ള ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ എപ്പോഴെങ്കിലും ഒരു ബുക്കൊക്കെ എഴുതി കഴിയുമ്പോഴാണ് നമ്മൾ റിയലായിട്ട് അറിയാൻ പോകുന്നത്, ഓക്കെ അങ്ങനെ അല്ലായിരുന്നു, ഇങ്ങനെ ഒരു ഔട്ട്ലുക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുമത്. ഏതായാലും ട്രംപിന് ഉള്ളില് ഇവിടെ അമേരിക്കയുടെ ഒരു വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനായിട്ട് 2 കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ളതായിരുന്നു ഉള്ളിൽ നിന്നുള്ള ഒരു ഫീലിംഗ്. എന്നാൽ അറ്റ് ദ സെയിം ടൈം കഴിഞ്ഞ കുറെ ദശകങ്ങളായിട്ട് അമേരിക്കയുടെ ഒരു പാർട്ട്ണറായിട്ട് പാകിസ്ഥാൻ വർക്ക് ചെയ്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ സോവിയറ്റ് യൂണിയന്റെ കൂടിയുമായിരുന്നു അതിനൊന്നും ഒരു തെറ്റില്ല. ആ ഒരു സമയത്തെ സാഹചര്യങ്ങളും ജിയോഗ്രാഫിക്കൽ പൊളിറ്റിക്സും അങ്ങനെ ആയിരുന്നു വേണ്ടിയിരുന്നത്. അപ്പൊ അതിനുശേഷം ഇന്ത്യയും ബഹുദൂരം മുന്നിലേക്ക് വന്നു. അമേരിക്കയുടെ പോളിസിയിൽ ഒരു ഷിഫ്റ്റ് കണ്ടു. പ്രത്യേകിച്ച് 2001 ആ ഒരു 9/11 കഴിഞ്ഞതിന് ശേഷം ബിൻ ലാദനെ പാകിസ്ഥാനിൽ നിന്ന് പൊക്കിയതോടുകൂടി പാകിസ്ഥാനെ സത്യം പറഞ്ഞാൽ എന്താ പറയുക, നങ്കേ ഹാത്ത് മേ പകട് ഗയ മീൻസ് അതായത് പകൽ വെളിച്ചത്തിൽ നമ്മൾ അവരെ വസ്ത്രം ഉരിഞ്ഞു കാണിച്ചു. ആ ഒരു ഇതാണ് നടന്നത് ബേസിക്കലി. അപ്പൊ അതിനുശേഷം അമേരിക്കയ്ക്കും ഒരു പരിധി വരെ പാകിസ്ഥാനെ തള്ളി പറയേണ്ടി വന്നു. എന്നാൽ ഇതിനു മുമ്പ് പറഞ്ഞ എൻ്റെ സഹപാനലിസ്റ്റ് പറഞ്ഞു പോണക്ക് തന്നെ ഇറാനും ഈ നോർത്ത് കൊറിയയും ഒക്കെ ഞങ്ങളുടെ ബോംബുണ്ട് എന്ന് പറയൂ, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പോകുവാണ്, അല്ലെ 24 മണിക്കൂർ അല്ലെ 48 hours കൊണ്ട് ഞങ്ങൾ ഇപ്പം അത് കളിച്ച് അങ്ങോട്ട് വിടാൻ കേപ്പബിലിറ്റി ഉണ്ട് എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ കഴിഞ്ഞ കുറെ ദശകങ്ങളായിട്ട് നമ്മളെ വരട്ടാൻ
വിരട്ടുക എന്ന് പറയത്തില്ല, നമ്മളെ വിരട്ടാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്റർനാഷണൽ മീഡിയ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, അല്ലെ ബഹിരാഷ്ട്ര പല യൂറോപ്യൻ കൺട്രികളെ അല്ലെ വെസ്റ്റേൺ കൺട്രികളെ തെറ്റിദ്ധരിപ്പിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെയിലും ബോംബുണ്ട്, ഞങ്ങളെ തുടരുത്. എന്നാൽ അതോടൊപ്പം ഈ ഒരു ആംഗിളും കൂടി അതിനുണ്ട് എന്നുള്ളത്, പാകിസ്ഥാനിൽ ബോംബുണ്ട് എന്ന് വിചാരിക്കുക ഫോർ ദ ടൈം ബീയിങ്, അവരുടെ പറയുന്ന മുഖലേക്ക് എടുത്തുകൊണ്ട് തന്നെ. എന്നാൽ അതിന്റെ ഡെലിവറബിൾ കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് ഇപ്പോഴും ഇന്റർനാഷണലിൽ അത് ഡിബേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പാകിസ്ഥാനിൽ ബോംബുണ്ട്, ബട്ട് ക്യാൻ ദേ ഡെലിവർ ദാറ്റ് ഇൻ ഇഫക്റ്റീവ്ലി ഇൻ എനി പ്ലേസസ് ഇൻ ഇന്ത്യ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ഇതിനെപ്പറ്റി വായിക്കുമ്പോൾ ഞാനൊരു കഴിഞ്ഞ ദിവസം വായിച്ചൊരു കാർട്ടൂണുണ്ട്, പാകിസ്ഥാൻ ബോംബ് കയറ്റി വരുമ്പോൾ അത് അവിടെ തന്നെ പൊട്ടി വീഴുന്ന ഒരു കാർട്ടൂൺ വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ തമാശക്കാണ് ആ കാർട്ടൂൺ എങ്കിൽ പോലും അതിനകത്തൊക്കെ ഒരു കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന റിപ്പോർട്ടുകളെ കുറിച്ച് അമേരിക്കയിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ് ശ്രീ സജിമോൻ ആന്റണി? ഇതുവരെ അമേരിക്ക സ്ഥിരീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്തിട്ടില്ലല്ലോ. ഈ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി പൂർത്തിയായതിനു ശേഷം വന്ന വാർത്തകളെ, അതിൽ ഒന്ന് എന്ന് പറയുന്നത് അമേരിക്കൻ വിമാനം അവിടെ പറന്നിറങ്ങി എന്നുള്ളതാണ്. ഈ സർഗോദ എയർബേസിനടുത്ത് കിരാന ഹിൽസിൽ നിന്ന് ഇങ്ങനെ അണുവികിരണം ഉണ്ടായോ എന്നുള്ള കാര്യം നിരീക്ഷിക്കുവാനും അതുപോലെ തന്നെ അവിടെ നിന്നുള്ള ആണവ വിദഗ്ധർ എത്തിയിരുന്നു എന്നുമാണ്. പക്ഷേ അതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് അമേരിക്കയിൽ നിന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് അത് തള്ളിക്കളയുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്തില്ല. അങ്ങനെ ഒരു ബൈറ്റും ഉണ്ടായിരുന്നു. മഞ്ജുഷ്, ഇനി വരും ദിവസങ്ങളിൽ അതിനൊരു ഇമ്മീഡിയറ്റ് ഡിസ്ക്ലോഷർ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത് യുദ്ധത്തിന്റെ ഒരു സീക്രട്ട് അല്ല, ഡിപ്ലോമസിയുടെ ഒരു സീക്രട്ട് ആയിട്ട് തന്നെ കുറെ. അമേരിക്കയുടെ ഇടപെടൽ എന്തിനു വേണ്ടിയായിരുന്നു? എന്തായിരുന്നു അമേരിക്ക ആ രീതിയിൽ ഉദ്ദേശിച്ചത് എന്നുള്ളതും കൂടി ഉണ്ടല്ലോ. അതിന്റെ രണ്ട് ആംഗിൾ ഉണ്ട്. ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി ഇസ്രായേലും ഹമാസും ഒരിടത്ത് നടക്കുന്നുണ്ട് ഫൈറ്റ്. അതോടൊപ്പം അത് ആ ഏരിയയിൽ മൊത്തം കവർ ചെയ്തുകൊണ്ട് ഇറാൻ ഉൾപ്പെടെ ആ ഒരു വലിയൊരു ഫൈറ്റുകൾ നടക്കുന്നുണ്ട്. വേറൊരു സ്ഥലത്ത് യുക്രൈൻ റഷ്യയുടെ വാർ നടക്കുന്നുണ്ട്. അപ്പൊ ഇത്തവണത്തെ ട്രംപിന്റെ പ്രസിഡൻസി അല്ലെ ഈ അഡ്മിനിസ്ട്രേഷന്റെ പോക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക സമാധാനം ഞാൻ ശ്രമിക്കുകയാണ് എന്നുള്ള ഒരു ആംഗിളാണ് ട്രംപ് പിടിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സമയത്ത് തന്നെ വേറൊരു വാറും കൂടെ ആക്റ്റീവ്ലി വരാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെ അമേരിക്കൻ പോളിസികൾ അതിനെ സൈഡ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ പാകിസ്ഥാനിൽ രണ്ടെണ്ണം കിട്ടിക്കോട്ടെ എന്നുള്ളൊരു ഉള്ളിലിരിപ്പ് ഉണ്ടായിരുന്നു. കാരണം അവർക്ക് ആവശ്യമാണ് അത് എന്നുള്ളൊരു റിയലൈസേഷൻ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാമത് പറയുന്നത് ഏത് കാര്യത്തിനും ചില കോൺസെൻട്രേഷൻസ് ഒക്കെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ ലോകമാകമാനം പോയി സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമേരിക്കയുടെ തന്നെ പോളിസികൾ അല്ലെങ്കിൽ എന്താ പറയുക ശക്തികൾ ഒരു ഡൈല്യൂട്ട് ആയി പോകുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് മൂന്നാമതൊരു ആംഗിൾ പറയുന്നത് എനിക്ക് തോന്നുന്നത് പാകിസ്ഥാൻ അമേരിക്കയുടെ കാല് പിടിച്ച് കാണും ഇന്റർവ്യൂൻ ചെയ്യാൻ വേണ്ടിയിട്ട് മേ ബി. കാരണം അവർക്ക് നിൽക്കക്കള്ളി ഇല്ല എന്ന് മനസ്സിലാക്കി. പ്രത്യേകിച്ച് സർഗോഡയിലും എയർഫീൽഡിലും അല്ലെങ്കിൽ കിരാന ഹിൽസിലും ആ ബോംബ് വീണ് അവിടെയുള്ള റൺവേയും അതൊക്കെ നാശം വന്നപ്പം അതൊരു ട്രിഗറിംഗ് പോയിന്റ് ആയിരുന്നു. ഈ ഒരു മൊമെന്റ് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിട്ട് ഇവിടെ നിർത്തണം, അല്ലെങ്കിൽ അവർക്ക് എണീറ്റ് നിൽക്കാൻ പോലും ശക്തിയില്ല എന്നുള്ള കാര്യം നമ്മൾക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ കയ്യിലിരിപ്പ് മോശവുമാണ്. അപ്പം അത് അവിടെ നിർത്തേണ്ട ഒരു ആവശ്യം അവർക്ക് തന്നെ തോന്നി. അതിന്റെ പിന്തുടർച്ചയായിട്ടായിരിക്കും നമ്മുടെ DGO ഓഫീസിലേക്ക് വന്ന കോളുകളും ഈ ഒരു പീസ് ടോക്കും വരുന്നത്. അല്ലെങ്കിൽ പാകിസ്ഥാൻ വിജയിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു സീസ് ഫയർ ആവശ്യപ്പെടേണ്ടത്? അവർ ഒരിക്കലും വരത്തില്ല. അവർ തന്നെ സമ്മതിച്ചതാണ് ഇത് തോറ്റു എന്നുള്ളത്. അതുകൊണ്ടാണ് ഒരു സീസ് ഫയർ അവർ തന്നെ ആവശ്യപ്പെട്ടത്. ഇനിയും ഇത് ഫർദർ എക്സ്കലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രംപിന്റെ ഇമേജിന് മോശം വരുമോ എന്ന് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഒരു പേടി വന്നിട്ട് കാണാം. അതുകൊണ്ടായിരിക്കാം അവര് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ. ശരി, മറ്റൊരു ആംഗിൾ കൂടിയുണ്ട്. അത് ശ്രീ രഘുനാഥ് നായർ ഇന്നലെ അങ്ങനെ ഒരു സംശയം പറയുകയും ചെയ്തതാണ്. കാരണം അമേരിക്കയ്ക്ക് പല രാജ്യങ്ങളിലും ആണവ ശേഖരമുണ്ട്. അപ്പോൾ പാകിസ്ഥാനിലും അതുണ്ടായിരിക്കാം. അങ്ങനെ ഒരു വൈൽഡ് ഗസ് കൂടി ഉണ്ടല്ലോ ശ്രീ ഷാബു പ്രസാദ്. അതുകൊണ്ട് ആ സമയത്ത് ഈ സർഗോദയിൽ ആക്രമണം നടന്നതിന് ശേഷം കാര്യങ്ങൾ പന്തിയല്ല എന്ന് കണ്ടപ്പോൾ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായി എന്ന് ശ്രീ ഷാബു പ്രസാദ് താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇന്ന് രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന വളരെ കുറുക്കിക്കൊള്ളുന്ന കാര്യം തന്നെയാണ്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയോടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, നിങ്ങളുടെ നിരീക്ഷണം പാകിസ്ഥാന്റെ ആണവ ശേഖരത്തിൽ വേണം. അത് ലോക ജനതയെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയാണ്. കാരണം ഏത് രീതിയിൽ പാകിസ്ഥാൻ ഇത് കൈകാര്യം ചെയ്യുമെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. കാരണം അത്രത്തോളം ഒരു തെമ്മാടി രാഷ്ട്രമാണ് പാകിസ്ഥാൻ. ഇക്കാര്യം അദ്ദേഹം പറയുകയാണ് വ്യക്തമായിട്ട്. ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ. ഞാൻ വിശ്വസിക്കുന്നില്ല പാകിസ്ഥാന് പ്രയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള അണുബോംബുകൾ ഉണ്ട് എന്ന്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു അണുബോംബ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ നമ്മുടെ കണ്ണൂർ ബോംബ് ഉണ്ടാക്കുന്ന മാതിരിയൊന്നും അല്ല. അത് വളരെ നീണ്ട, വളരെ സ്കിൽഡായിട്ടുള്ള ഒരുപാട് നീണ്ട പ്രോസസ്സാണിത്. അത് യുറേനിയം എൻറിച്ച്മെന്റ്, പിന്നെ അതിനെ സംയോജിപ്പിക്കൽ, ക്രിട്ടിക്കൽ മാസ് അക്വയറിങ്, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്.
അതുകൊണ്ട് തന്നെ അത്രയ്ക്കൊന്നും അങ്ങനെ ആ രീതിയിലുള്ള എക്സ്പെർട്ടൈസും കാര്യങ്ങളും ഒന്നും ഒരിടത്തു നിന്നും കള്ളക്കടത്തിയും മോഷ്ടിച്ചും ഒന്നും കൊണ്ടുവരാൻ കഴിയില്ല. കാര്യം അത്ര സങ്കീർണമായ ടെക്നോളജിയാണ് ഈ ന്യൂക്ലിയർ ടെക്നോളജി എന്ന് പറയുന്നത്. എന്നാൽ അവർക്ക് ആണവ ശേഖരം തീർച്ചയായും ഇത് നിർമ്മിക്കാനുള്ള ഒരു ബോംബിന് വേണ്ടിയിട്ടുള്ള ഭീകരമായ പരിശ്രമത്തിൽ തന്നെയാണ്. 98-ൽ പൊട്ടിച്ചത് പോലും അവര് പരീക്ഷണം നടത്തി എന്ന് പറയുന്നത് പോലും ഒരു പൂർണ്ണമായ പരീക്ഷണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, എൻ്റെ ഒരു അറിവും നിരീക്ഷണവും വെച്ച്. അതവിടെ നിൽക്കട്ടെ. എന്നാൽ അവർക്ക് ആണവ ശേഖരമുണ്ട്. ആ ആണവ ശേഖരം സൂക്ഷിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ പലയിടത്തും ഈ ഗ്രാന ഹിൽസിലും അവിടെയും ഇവിടെയൊക്കെ പല ഭാഗത്തായിട്ടായിരിക്കാം. ഈ ആണവ ശേഖരം എന്ന് പറയുന്നതും ഇപ്പൊ പ്ലൂട്ടോണിയം ആയാലും യുറേനിയം ആയാലും എൻറിച്ച്ഡ് യുറേനിയം അല്ല, എൻറിച്ച് ചെയ്യാത്ത യുറേനിയം 238 ആണെങ്കിലും ഇതെല്ലാം ഫിസൈൽ മെറ്റീരിയൽ, അതായത് റേഡിയോ ആക്ടിവിറ്റി ഉണ്ടാക്കുന്ന മെറ്റീരിയലാണത്. അത് പ്രോപ്പറായിട്ടല്ല സ്റ്റോർ ചെയ്തിരിക്കുന്നത് എങ്കിൽ അത് അപകടം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബോംബ് പൊട്ടുന്ന പോലെ പൊട്ടുമൊന്നുമില്ല, പക്ഷെ അതിന്റെ റേഡിയേഷൻ വളരെ ഭീകരമായി. അതാണ് അവിടെ ആയിരിക്കാം ഇപ്പോൾ ഈ കഴിഞ്ഞ ഇതിന്റെ ഷർഗോദ എയർബേസിന്റെ സമീപമുള്ള അവരുടെ ആ കിരാന ഹിൽസിന്റെ താഴെയുള്ള വലിയൊരു വാതിലിൽ, ഇതിന്റെ ഉള്ളിലേക്ക് കയറുന്ന ആ തുരങ്കത്തിന്റെ വാതിലിലാണ് ഇന്ത്യ കൊണ്ട് ബോംബിട്ടത്. അത് അങ്ങനെ തന്നെ ഇടിഞ്ഞു വീണത് ടോട്ടൽ ഈ സാധനം ഇതിന്റെ അകത്തായി പോയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ അതിന്റെ കവറിങ്ങിന്, അതിന്റെ സ്റ്റോറേജിന് കേടുവന്ന് ആണവ വികിരണം പുറത്തു ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അതിന്. പക്ഷെ ഇത് ഇങ്ങനെയാണെന്ന് സമ്മതിക്കാൻ ആർക്കും കഴിയില്ല. ഇപ്പൊ രഘുനാഥ് സാർ ഇവിടെ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ആണവോർജ ഏജൻസിക്ക് കാര്യം ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു വർഗമാണ്. കാര്യം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു രാജ്യവും അനുവദിക്കില്ല അവിടെ ചെന്ന് നോക്കാനായിട്ട്. അതുകൊണ്ട് അവർക്ക് അവിടെ ഇരുന്ന് ചില നിഗമനങ്ങൾ നടത്താനേ കഴിയുള്ളൂ. പക്ഷെ ഈ വാർത്തകള് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഡേറ്റ ഒക്കെ വിശദമായി നോക്കിക്കഴിഞ്ഞാൽ സംതിങ് ഈസ് ഹാപ്പൻഡ്, അത് ഉറപ്പാണ്. സംതിങ് ഈസ് സീരിയസ്ലി ഹാപ്പൻഡ്. അത് നമുക്ക് ഉറപ്പിച്ചു പറയാനുണ്ട്. ഇന്നത്തെ രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവനയിലും അതുണ്ട്, ആ സംഭവമുണ്ട്. നമുക്ക് പല കാര്യങ്ങളും, കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ പാകിസ്ഥാൻ ആണവായുധം കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആണവായുധം എന്നല്ല ആണവ സാമഗ്രികൾ, അത് ബോംബിന്റെ രൂപത്തിലോ മിസൈലിന്റെ രൂപത്തിലോ ആയിട്ടില്ലല്ലോ, അതിലേക്ക് നിറച്ചിട്ടില്ല. പക്ഷെ ആണവ സാമഗ്രികൾ അവരുടെ കൈവശമുള്ളത് കൈകാര്യം ചെയ്യുന്ന രീതിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനെ പോലുള്ള തെമ്മാടി രാഷ്ട്രത്തിന്റെ കയ്യിൽ ആണവ സാമഗ്രികൾ ഉള്ളപ്പോൾ അവർ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതിൽ സംശയമുണ്ട്. മാത്രമല്ല അത് സുരക്ഷിതമല്ല എന്നുള്ള കാര്യം ലോകത്തോട് തുറന്നു പറയുകയാണ്. അതായത് അവിടുത്തെ സംഭരണം അത് സുരക്ഷിതമല്ല എന്നുള്ളതാണ്. കാരണം അതിർത്തിയിൽ നിന്ന് 170 കിലോമീറ്ററേ ദൂരമുള്ളൂ ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന്, പഞ്ചാബ് അതിർത്തിയിൽ നിന്ന്. അത് നമ്മളെയും ബാധിക്കുന്ന പ്രശ്നമാണ്. അതല്ലെന്ന് പറഞ്ഞ കാര്യം, നിരുത്തരവാദപരമായ കൈകളിൽ ഈ ആണവ സാമഗ്രികൾ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭസ്മാസുരന് വരം കൊടുക്കുന്നത് മാതിരി തന്നെയാണ്. ഇപ്പൊ 1982 ഇവിടെ ഇറാഖിന്റെ കയ്യില് അവർക്ക് ആണവശേഖരം വരുന്നു എന്നുള്ളതിന്റെ തൊട്ടു മുമ്പ് ഇസ്രായേൽ അവിടെ പോയി ആരുടെയും അനുവാദത്തിന് അമേരിക്കയുടെ കാല് പിടിച്ചവർ പറഞ്ഞു അത് നശിപ്പിക്കണം. അവരും മൈൻഡ് ചെയ്തില്ല. ഒടുവിൽ ഇറാഖ് ഓപ്പറേഷൻ ഓപ്പറ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനിലൂടെ അവരുടെ ആ ആണവ കേന്ദ്രം മുഴുവനും ബോംബിട്ട് നശിപ്പിച്ചു, മുഴുവൻ. അതോട് ഇല്ലായിരുന്നുവെങ്കിൽ, അന്ന് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ആ ഒരു 89 90 ആ കാലത്ത് ഈ ഗൾഫ് യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഇറാഖിന്റെ കയ്യിൽ ഒരു ആണവ ബോംബ് ഉണ്ടാകുമായിരുന്നു. ആലോചിച്ച് നോക്കൂ എന്ത് സംഭവിക്കുമായിരുന്നു. അല്ല, ആ സമയത്ത് ഇന്ത്യയോട് ഇസ്രായേലും ആവശ്യപ്പെട്ടതാണല്ലോ, പാകിസ്ഥാനിലെ ആണവ ശേഖരം ഞങ്ങൾ തകർത്തു തരാം, ഞങ്ങൾക്ക് ഇന്ധനമടിക്കുവാനുള്ള സ്ഥലം നൽകിയാൽ മതിയെന്ന്. നമ്മളൊന്ന് വലിയ ചേരിചേര നയമൊക്കെ സ്വീകരിച്ച് അങ്ങനെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുമ്പിൽ വലിയ വേഷം കെട്ടുമായിട്ട് നടക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഇസ്രായേല് ഇതേപോലെ സിറിയയുടെ കയ്യില് അവര് റിയാക്ടർ പണിഞ്ഞ് ആ റിയാക്ടർ ക്രിട്ടിക്കൽ ആവുന്നതിന് തൊട്ടു മുമ്പ് അവിടുത്തെ റിയാക്ടർ മുഴുവനും ബോംബിട്ട് നശിപ്പിച്ചു. ഇല്ലെങ്കിൽ അതാണ് ഇതിൻ്റെ അകത്ത് ഈ രണ്ട് കാര്യത്തിലും ഇസ്രായേൽ ചെയ്തത് ലോക സമൂഹത്തിനോടുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ്. അമേരിക്ക മൈൻഡ് ചെയ്തില്ല. അമേരിക്ക എന്ത് വേണേ കാണിക്കട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. ഞാൻ ഇവിടെ ബഹുമാനപ്പെട്ട സജിമോൻ ആന്റണി ഇവിടെ ഉണ്ട്. ഇപ്പത്തെ ഈ
സംഭവത്തിൽ കൂടെയും അമേരിക്ക തെളിയിക്കുന്നത് നമ്മൾ പാകിസ്ഥാനെ വിശ്വസിക്കാൻ കൊള്ളൂല്ല, ചൈന അമേരിക്കയും വിശ്വസിക്കാൻ കൊള്ളൂല്ല എന്നാണ് വീണ്ടും തെളിയിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് 2 കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷേ ആ പാകിസ്ഥാനെ നിരായുധീകരിക്കണം, ആ പാകിസ്ഥാനെ പൂർണ്ണമായും ഭീകര വിമുക്ത രാജ്യമാക്കണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹം അമേരിക്കയ്ക്കില്ല എന്ന് തന്നെയാണ് ഇപ്പൊ നടക്കുന്ന ഈ പ്രതികരണങ്ങളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരെ വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം ഇന്ത്യ ഒരു വലിയ ശക്തിയായി വളർന്നു വരുന്നു, അതും ജനാധിപത്യ ശക്തിയായി. അമേരിക്കയുടെ ഏറ്റവും വലിയ കരുത്ത് ജനാധിപത്യമാണ്. വളരെ എസ്റ്റാബ്ലിഷായ 100-400 വർഷമായി വളരെ ശക്തമായ ഒരു ജനാധിപത്യമുള്ള ഒരു രാജ്യമാണ്. ആ ജനാധിപത്യം തന്നെ. ഞാൻ ഒന്ന് ഇടപെടുകയാണ്, ഒരു ചർച്ചയിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതിയായ അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസ് പിടിയിലായിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. തിരുവനന്തപുരം സ്റ്റേഷൻ കടവിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. നേരത്തെ ഇയാളെ അറസ്റ്റ് ചെയ്യാത്തതിന് പോലീസ് വലിയ രീതിയിൽ വിമർശനം നേരിട്ടിരുന്നു. അത് മാത്രമല്ല, അഭിഭാഷക അസോസിയേഷൻ, ബാർ അസോസിയേഷൻ ഇയാളെ സംരക്ഷിക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങളും ഉണ്ടായിരുന്നു. വഞ്ചിയൂർ കോടതിയിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുവാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസിനെ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. ഇപ്പോൾ യുവ അഭിഭാഷകയായ ഷാമിലിയെ കഴിഞ്ഞ ദിവസമാണ് ബെയ്ലിൻ ദാസ് മർദ്ദിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി വി അരുൺ ചേരുകയാണ്. അരുൺ, എന്താണ് വിവരങ്ങൾ? ബെയ്ലിൻ ദാസിനെ ഇപ്പോൾ എങ്ങോട്ടേക്കാണ് കൊണ്ടുവരുന്നത്? മഞ്ജുഷ, തുമ്പ സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡി എടുത്തത്. വഞ്ചൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ബെയ്ലിൻദാസിനെ ഇവിടേക്ക് കൊണ്ടുവരുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പോലീസ് ഉദ്യോഗസ്ഥർ ആ സൂചനകളാണ് നൽകുന്നത്. പക്ഷേ ഇതുവരെയും ഇവിടേക്ക് എത്തിയിട്ടില്ല. അല്പസമയത്ത് ഇവിടേക്ക് എത്തിക്കുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. നാളെ ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ നാളെ കോടതി പരിഗണിക്കുകയാണ്. ഇന്നാണ് കോടതിയിൽ ജാമ്യ ഹർജി ഫയൽ ചെയ്തത്. വൈകാതെ ഇയാളുടെ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കുന്നുമുണ്ട്. ആ സാഹചര്യത്തിലാണ് പോലീസ് കോടതി ജാമ്യ ഹർജി വരുന്നതിന് മുമ്പ് തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വലിയ സമ്മർദ്ദം പോലീസിനുണ്ട്. കാരണം കേരളം ആകെ ശ്രദ്ധിച്ച ഒരു കേസാണ്, വലിയൊരു സംഭവമാണ്. അതിൽ ഇതുവരെയും പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തതിന് വലിയ വിമർശനം ഉയർന്നു വന്നിരുന്നു. പോലീസ് നാണക്കേടാകുന്ന ഒരു സംഭവമാണ്. കാരണം ഈ സംഭവം നടന്ന വഞ്ചൂർ പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് എന്ന് പറയാവുന്ന സ്ഥലത്ത് തന്നെയാണ്. എന്നിട്ടും പ്രതി ഇതിനുശേഷം 2 മണിക്കൂറോളം സ്ഥലത്തുണ്ടായിരുന്നിട്ടും അയാളെ കസ്റ്റഡി എടുക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ കൂടുതൽ പോലീസ് ഇവിടേക്ക് എത്തുകയാണ്. ഏതായാലും അയാൾ ഇവിടെ കൊണ്ടുവരുമെന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. പക്ഷെ ഇതുവരെയും ഇവിടേക്ക് പ്രതിയെ എത്തിച്ചിട്ടില്ല. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇവിടേക്ക് എത്തുന്നത്. ഈ അറസ്റ്റ് വൈകുന്നത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു, വലിയ നാണക്കേട് പോലീസിനുണ്ടാക്കിയിരുന്നു. ആ സാഹചര്യത്തിൽ പോലീസ് ഊർജിതമായി പ്രവർത്തിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അല്പസമയത്തിനകം പ്രതിയെ ഇവിടെ കൊണ്ടുവരും എന്നതിന്റെ സൂചനകളാണ് നമുക്ക് നൽകാനുള്ളത്. ഒരു സ്ഥിരീകരണം പോലീസ് നൽകുന്നില്ല. സിറ്റി പോലീസ് കമ്മീഷനുമായും ഒക്കെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഇവിടേക്ക് തന്നെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ഏതായാലും പ്രതി കസ്റ്റഡിയിലായിരിക്കുന്നു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. വലിയ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ ഉയർന്നു വന്നത്. ജൂനിയർ അഭിഭാഷകയെ തന്റെ സഹപ്രവർത്തകയെ അതിക്രൂരമായാണ് ബെയ്ലിൻ ദാസ് മർദ്ദിച്ചത്. അയാൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യം ഉയർന്നു വന്നു. അതിനെ തുടർന്നാണ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. പ്രതിയെ കണ്ടെത്താൻ വൈകുന്നതിൽ വലിയ പ്രതിഷേധം, അമർഷം ഉയർന്നിരുന്നു. ഇപ്പോഴേക്കും പ്രതി കസ്റ്റഡിയിലാണ്. അയാൾ അല്പസമയത്തിനകം അധികം വൈകാതെ ഈ വഞ്ചൂർ സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുവരുമെന്നാണ് നമുക്ക് ഇവിടെ നിന്ന്. ശരി, അരുൺ, എന്തായാലും ബെയ്ലിൻ ദാസിനെ വഞ്ചൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് വീണ്ടും അരുണിനെ വിളിക്കാം. ദൃശ്യങ്ങളും ആ സമയത്ത് കിട്ടും. ചർച്ചയിലേക്ക് മടങ്ങി വരികയാണ്. പാകിസ്ഥാന്റെ ആണവ ശേഖരം അത് ലോകരാജ്യങ്ങൾക്ക് വെല്ലുവിളിയാണ്. അതുകൊണ്ട് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഇടപെടണം എന്നുള്ള ആവശ്യമാണ് ഇന്ത്യ ഉന്നയിച്ചിരിക്കുന്നത്. ശ്രീ രഘുനാഥ് നായർ, ഇപ്പോൾ ഈ അന്താരാഷ്ട്ര സമൂഹം തന്നെ ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്, പാകിസ്ഥാനിലെ കിരാന ഹിൽസിൽ എന്താണ് സംഭവിച്ചതെന്ന്. പക്ഷേ ദുരൂഹതയും അഭ്യൂഹവും അങ്ങനെ തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഒരക്ഷരം പോലും ഇതുവരെ മിണ്ടിയിട്ടില്ല. പക്ഷേ ഇന്ത്യ ഈ ഒരു ആശങ്ക ഉന്നയിക്കുന്നു. അതിൽ വരികൾക്കിടയിലൂടെ വായിച്ചു കഴിഞ്ഞാൽ രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവനയിൽ കാര്യങ്ങളെല്ലാം വ്യക്തമാണല്ലോ. കിരാന ഹിൽസിൽ എന്തോ സംഭവിച്ചു എന്ന കാര്യം അത് ഇന്ത്യക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഇന്ത്യയുടെ കൈകൊണ്ടല്ല സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ പാകിസ്ഥാൻ ആണവ ശേഖരം കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ചയാണ്. ഞാനിപ്പോൾ അതിലേക്ക് വരാം. അതിനു മുമ്പ് ബെയ്ലിൻ ദാസിനെ കൊണ്ടുവരികയാണ് വഞ്ചൂർ സ്റ്റേഷനിലേക്ക്. കോടതിയുടെ പരിധിയിലുള്ള ഒരു കാര്യമല്ലേ, കോടതി തീരുമാനിക്കട്ടല്ല. ഞാനെല്ലാം കോടതിയോട് പറയാം.
അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിനെ വഞ്ചൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. വഞ്ചൂർ സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വഞ്ചൂർ കോടതിയിലാണ് സംഭവം ഉണ്ടായത്. തിരുവനന്തപുരം തുമ്പയിൽ നിന്നാണ് പോലീസ് അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിനെ കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ബെയിലിൻ ദാസിനെ ഇപ്പോൾ വഞ്ചൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. കഴിഞ്ഞ ദിവസമാണ് ബെയിലിൻ ദാസ് അഡ്വക്കേറ്റ് ഷാമിലിയെ മർദ്ദിച്ചത്. അതിനുശേഷം ഒളിവിൽ പോവുകയായിരുന്നു. ബാർ അസോസിയേഷൻ ബെയിലിൻ ദാസിന് വേണ്ടി ഇടപെടുകയും ഒളിവിൽ പോകാൻ സഹായിച്ചു എന്നുമുള്ള വിമർശനങ്ങൾ നിലനിൽക്കെയാണ് മുൻകൂർ ജാമ്യത്തിനും ശ്രമിച്ചിരുന്നു അഡ്വക്കേറ്റ് ബെയിലിൻ ദാസ്. ഇപ്പോൾ വിമർശനം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ്. ശ്രീ രഘുനാഥ് നായർ, ഇപ്പോൾ രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവനയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ടല്ലോ. കിരാന ഹിൽസിൽ എന്ത് സംഭവിച്ചു എന്ന കാര്യം ഇന്ത്യക്ക് അതിന്റെ കാര്യങ്ങൾ അറിയാം. പക്ഷേ ഇന്ത്യയുടെ കൈകൊണ്ടല്ല സംഭവിച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ട് പാകിസ്ഥാൻ പക്ഷേ ഈ ആണവായുധം എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിലുള്ള ആശങ്ക അത് ലോകസമക്ഷം അറിയിക്കുകയല്ലേ ഇന്ത്യ ചെയ്തിരിക്കുന്നത്? അതെ മഞ്ജുഷ, ഇത് വളരെ കൃത്യമായിട്ട് ശ്രീ രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവനകൾ നോക്കിക്കഴിഞ്ഞാലും കാണാം ഇന്ത്യ ഇത് വളരെ സീരിയസ് ആയിട്ട് ടേക്കപ്പ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇത് നിരുത്തരവാദിത്തപരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു പ്രൂഫ് തന്നെയാണ് ഇപ്പൊ അവിടെ ലീക്ക് ഉണ്ടായി എന്നുള്ളത്. പക്ഷെ ഇവിടെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ IAEA പറഞ്ഞിട്ടുണ്ട് അവിടെ ലീക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് ഒരു കീറാമുട്ടിയാണ്. പക്ഷെ ഇന്ത്യയുടെ കയ്യിൽ ശക്തമായ ഒരു പോയിന്റ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അവിടെ ചെന്ന് ഇൻസ്പെക്ഷൻ നടത്താതെയാണ് അവിടെ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവര് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത സോഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനാണ്. അപ്പൊ പാകിസ്ഥാനോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാകിസ്ഥാനിന്റെ അഗേൻസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന ഒരു സാധനമാണെങ്കിൽ പാകിസ്ഥാൻ എപ്പോഴും കൈമലത്തി കാണിക്കുകയുള്ളൂ, ഇല്ല എന്ന് പറയുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാൻകാർ വാ തുറക്കുന്നത് കള്ളം പറയാനും ഭക്ഷണം കഴിക്കാനും മാത്രമാണെന്നുള്ളത് ലോകത്തിലെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഇന്ത്യക്ക് ഇവിടെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ സ്ട്രാറ്റജിക്കലിയും അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കലിയും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഒരുപാട് അഡ്വാൻറ്റേജസ് ബെനിഫിറ്റ്സ് എടുക്കാൻ പറ്റും. അതായത് ഒന്ന് നമുക്ക് ഉണ്ടായ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്രപരമായ ഒരു സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് തന്നെയാണ് നമുക്കുള്ളത്. കാരണം പാകിസ്ഥാന്റെ വളരെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളെല്ലാം നമ്മൾ ആക്രമിച്ചു. അതോടുകൂടി നമുക്ക് ഇന്ത്യയിലുള്ള ഈ 140-145 കോടി ജനങ്ങൾക്കും ഇന്ത്യയുടെ പുറത്തുള്ള ജനങ്ങൾക്കും എല്ലാവർക്കും ഇന്ത്യയുടെ സൈനിക ശക്തി എന്താണ്, നമ്മുടെ ഇച്ഛാശക്തി എന്താണെന്നുള്ളതിന് നമുക്ക് നമ്മളെ പറ്റി തന്നെ ഒരു ഭയങ്കരമായ ഒരു കോൺഫിഡൻസ് വരുന്നു. ഇത് നമ്മൾ സാധാരണ ജനങ്ങളുടെ കോൺഫിഡൻസിലുപരി നമ്മുടെ മിലിറ്ററിയിലുള്ള ഓരോ സൈനികന്റെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഇത് പാകിസ്ഥാൻ മിലിറ്ററിയുടെ കോൺഫിഡൻസിനെ ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ ഒരു സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. രണ്ടാമത് നമുക്കിപ്പം പിന്നെ ഈ ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്കൊരു നയതന്ത്രപരമായിട്ടുള്ള ഒരു സ്വാധീനം നമുക്കിതിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. കാരണം ഈ ആണവ സ്റ്റോറേജിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ നാശനഷ്ടങ്ങളൊക്കെ അംഗീകരിക്കാനുള്ള പാകിസ്ഥാന്റെ വിമുഖത. ഇപ്പൊ പാകിസ്ഥാൻ പറയുന്നുണ്ട് ഇവിടെ യാതൊരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ഈ റിപ്പോർട്ടാണ് IAEAക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവരുടെ ഇത് പരിശോധിക്കാനുള്ള, ഇതിനെക്കുറിച്ച് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഈ ഒരു റിലക്റ്റൻസ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇന്റർനാഷണൽ ഏജൻസികൾ പാകിസ്ഥാനിൽ വന്ന് പരിശോധന നടത്തണം, അതിനെ സർട്ടിഫൈ ചെയ്യണം എന്ന് ഇന്ത്യക്ക് ശക്തമായിട്ട് ആവശ്യപ്പെടാം. തന്നെയല്ല ഏതൊരു പിന്നെ ഈ ഒരു നമ്മളെന്താ പറയുക നമ്മുടെ ഈ ലൊക്കേഷനിൽ നമ്മുടെ ഈ ഒരു ഇന്ത്യ സബ് കോണ്ടിനെന്റിലും അതുപോലെ തന്നെ ഈ നെയ്ബറിംഗ് ആയിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും ഇത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കും. കാരണം പ്രാദേശികപരമായിട്ട് ഇതിന് വളരെ വലിയൊരു സ്വാധീനമുണ്ട്. ചൈനയായാലും US ആയാലും ഗൾഫ് രാജ്യങ്ങളായാലും എല്ലാവർക്കും ഇതിൽ ആശങ്കയുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ പാകിസ്ഥാന്റെ തൊട്ടടുത്ത് കിടക്കുന്നതാണ് അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങളുണ്ട്, പഴയ സോവിയറ്റ് യൂണിയന്റെ ചില രാജ്യങ്ങൾ, ഇതെല്ലാം ഈ അടുത്ത പ്രദേശങ്ങളായിട്ട് വരുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ മേളിൽ ഒരുപാട് നയതന്ത്രപരമായിട്ടുള്ള സമ്മർദ്ദം പുലർത്താനായിട്ട് അല്ലെങ്കിൽ അത് ഏൽപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് IAEAയുടെ സുരക്ഷാ മാനദണ്ഡങ്ങളെ കുറിച്ച് സംശയം ജനിപ്പിക്കാനും ഇന്ത്യക്ക് വളരെ ശക്തമായിട്ട്. കാരണം ഇന്റർനാഷണൽ അറ്റോമിക് എനർജി അസോസിയേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ യാതൊരുവിധ പിന്നെ ഇപ്പൊ അമേരിക്കയുടെ ഫ്ലൈറ്റ് എവിടെ എന്തിനാ പോയത് അവർ പറയുന്നില്ല, ഈജിപ്തിന്റെ ഫ്ലൈറ്റ് എവിടെ എന്തിനാ പോയത് അവർ പറയുന്നില്ല, ഇന്ത്യ ആക്രമിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചും ധാരണയില്ല. അപ്പൊ ലീക്ക് ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീക്ക് ഉണ്ടായിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പറയുന്നില്ല ആണവ വികിരണം ഉണ്ടായോ, ലീക്ക് ഉണ്ടായോ ഇല്ലയോ എന്നും പാകിസ്ഥാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അറ്റോമിക് എനർജി അസോസിയേഷനാണ് പറയുന്നത് ലീക്ക് ഉണ്ടായിട്ടില്ല എന്ന്, വികിരണം ഉണ്ടായിട്ടില്ല എന്ന്. ഇവിടെ ഇന്ത്യ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക, ഫ്രാൻസ്, ഇസ്രായേൽ ഇങ്ങനെ നമ്മളോട് കൂടി നിൽക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്.
ഫ്രാൻസും ഇസ്രായേലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ വിശ്വസിച്ചെന്ന് നമ്മുടെ കൂടെ നിൽക്കും. അപ്പൊ ഇവരൊക്കെ ആയിട്ട് നമ്മൾ ഇടപഴകിയിട്ട് ഇവരൊക്കെ ആയിട്ട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഈ പാകിസ്ഥാനിൽ പരിശോധനകൾ അനുവദിക്കണം, അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്തുകൊണ്ട് പരിശോധനകൾ അനുവദിക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഉന്നയിക്കാനായിട്ട് ഇവരെ പ്രേരിപ്പിക്കണം. എന്നിട്ടും പാകിസ്ഥാൻ എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ ആണവ പദ്ധതിയിൽ യാതൊരുവിധ സുതാര്യതയും ഇല്ല എന്നുള്ള വാദത്തെ വളരെ ശക്തമായിട്ട് തന്നെ എടുത്തുകൊണ്ട് ഇന്ത്യക്ക് ഒരു സ്വതന്ത്ര അന്വേഷണത്തിനായിട്ട് തീർച്ചയായിട്ടും അപേക്ഷിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോകുമ്പോൾ തന്നെയല്ല, പാകിസ്ഥാന്റെ കയ്യിൽ ഈ സാധനം ഇരിക്കുമ്പോൾ വേറെ അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഇപ്പൊ ഇവരുടെ കയ്യിൽ ഇതിനോടുള്ള പ്രത്യേകിച്ച് ഒരു ടെക്നിക്കലി നല്ലൊരു കൺട്രോൾ ഇല്ല എന്നുള്ളത് പ്രൂവ്ഡ് ആണ്. രണ്ടാമത്തത്, പാകിസ്ഥാനിലെ ഭരണകൂടം എന്ന് പറഞ്ഞാൽ യാതൊരു സ്ഥിരതയും ഇല്ലാത്ത ഭരണകൂടമാണ്. എപ്പോഴാണ് പട്ടാളം പിടിച്ചെടുക്കുന്നതെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് അപ്പൊ ആർക്ക് വേണമെങ്കിലും പിടിച്ചെടുക്കാം. നാളെ ഇത് ടെററിസ്റ്റുകൾ പിടിച്ചെടുത്തത്, ഇപ്പൊ തന്നെ ബലൂചിസ്ഥാൻ BLA പിടിച്ചെടുത്തു എന്നുള്ള ശക്തമായ ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. അത് അന്താരാഷ്ട്ര തലത്തിൽ ആരും അംഗീകരിച്ചിട്ടില്ല. എന്നിരുന്നാലും അപ്പൊ അങ്ങനെയുള്ള പോസിബിലിറ്റികളുണ്ട്. അപ്പൊ നാളെ ഇത് ഈ ടെററിസ്റ്റുകൾ പാകിസ്ഥാന്റെ ഭരണം പിടിച്ചെടുത്തു കഴിഞ്ഞാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. തന്നെയല്ല ഇപ്പൊ ഈ ഇവരുമായിട്ട് ഈ ഹമാസ് തീവ്രവാദികൾ പാകിസ്ഥാനിലെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസുമായിട്ട് കൈകോർത്തു എന്നുള്ള വാർത്തകളും ശക്തമായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പൊ ഇവരുടെ കയ്യിലേക്ക് ഈ ബോംബ് പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? അതുപോലെ തന്നെ ഇവിടെ ഈ ആഭ്യന്തരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ, ഇവർക്കെല്ലാം ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഷാബു സാർ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധ്യത പുള്ളി കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് സ്റ്റഫ് ഉണ്ടാ പറയുന്നതിനകത്ത്. പക്ഷെ ഇനി ഉണ്ടെന്ന് തന്നെ വിചാരിച്ചു, ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ അത് മറ്റവരുടെ കയ്യിൽ പോയി കഴിഞ്ഞാലുള്ള അപകടം. ഇതെല്ലാം വെച്ചുകൊണ്ട് ഇന്ത്യക്ക് ശക്തമായിട്ട് ആവശ്യപ്പെടാം ഒരു പരിശോധന അനുവദിക്കണമെന്ന്. പാകിസ്ഥാൻ വിസമ്മതിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ പാകിസ്ഥാന്റെ കയ്യിൽ ഇതിനെന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വരെ നമുക്ക്. താങ്കൾ മറ്റൊരു നിലപാട് കൂടിയുള്ള ആളാണല്ലോ. അമേരിക്കയ്ക്കും ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം. അമേരിക്ക പലയിടങ്ങളിലും ഇത്തരത്തിൽ ആണവ സാമഗ്രികൾ ഒളിപ്പിച്ചിട്ടുണ്ട്. അത് പാകിസ്ഥാനിലും ഉണ്ടാവാമെന്ന്. അതെ, കാരണം ഇത് ഈ കോൾഡ് വാർ സമയത്ത് തന്നെ അമേരിക്കയും റഷ്യയും ഒരുപാട് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് കഴിഞ്ഞ് റഷ്യയെ മാത്രം ആക്രമിച്ചാൽ പോരാ, റഷ്യയുടെ സഖ്യകക്ഷികളെ മുഴുവൻ ആക്രമിക്കണം, അവരുടെ നാറ്റോ രാജ്യങ്ങളെ മുഴുവൻ സംരക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് ടർക്കിയിൽ ഇത് കൊണ്ടുവച്ചിട്ടുണ്ടെന്നുള്ളത് അറിയാം. അങ്ങനെ പല സ്ഥലത്തും ടർക്കിയിൽ വെച്ചിരിക്കുന്ന റഷ്യയുടെ മേലെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അമേരിക്ക ഇത് പല സ്ഥലത്തും കൊണ്ടുവച്ചിട്ടുണ്ടാവും. അപ്പം പാകിസ്ഥാനെ അമേരിക്ക അവരുടെ ഏറ്റവും ശക്തരായിട്ടുള്ള നോൺ നാറ്റോ അലയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. ഏറ്റവും ശക്തരായിട്ടുള്ള നോൺ നാറ്റോ. അപ്പൊ ഏതാണ്ട് നാറ്റോ അലൈസിന്റെ അതേ സ്റ്റേറ്റസിലേക്ക് പാകിസ്ഥാനെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ട്രംപ് ഭരണകൂടം വന്നു കഴിഞ്ഞപ്പോഴും പാകിസ്ഥാനെ തള്ളി പറഞ്ഞിട്ടില്ല. ആദ്യം ട്രംപ് ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം ട്രംപ് കയറി ഉടനെ പറഞ്ഞ എന്താണ്, അവരുടെ F-16 ഉണ്ട്, അത് ഇന്ത്യക്ക് മേലെ പ്രയോഗിക്കാനായിട്ട് ഞങ്ങൾ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. അനുവദിക്കില്ല, സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ പാകിസ്ഥാൻ F-16 ഉപയോഗിച്ചില്ലേ? ട്രംപ് അനങ്ങിയോ? അപ്പൊ ഇവരുടെ ഇരട്ടത്താപ്പ് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ ഇത് ചൈനയ്ക്ക് നേരെ പ്രയോഗിക്കാനും, കാരണം ഇതൊക്കെ ഉണ്ടാകുന്ന കാലത്ത് സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിനും ഈ പാകിസ്ഥാനുമായിട്ടൊക്കെ വളരെ അടുത്ത് കിടക്കുന്ന, സോവിയറ്റ് യൂണിയന്റെ ബിഗിനിങ് രാജ്യങ്ങൾ, പഴയ സോവിയറ്റ് യൂണിയൻ രാജ്യങ്ങളൊക്കെ അടുത്ത് കിടക്കുന്നതാണ്. അപ്പം ഇത് സോവിയറ്റ് യൂണിയന്റെ ഡിസിന്റഗ്രേഷന് മുമ്പായിട്ട് തന്നെ ഈ പരിപാടി അമേരിക്ക നടത്തിയിട്ടുണ്ടാവണം എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. പിന്നെ ചൈനയ്ക്കെതിരായിട്ട് ഉപയോഗിക്കാം. ഇന്ത്യ പഴയ സോവിയറ്റ് ചേരിയിലുണ്ടായിരുന്ന രാജ്യമാണ്, ഇന്ത്യക്കെതിരായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഈ ഒരു, പിന്നെ ഇസ്രായേൽ മിഡിൽ ഈസ്റ്റേൺ രാജ്യമാണ് അടുത്ത് കിടക്കുന്നത്, അവർക്കൊരു ന്യൂക്ലിയർ ഡിറ്ററൻസിന് വേണ്ടിയിട്ട് ഇതിനെ ഉപയോഗിക്കാം. അങ്ങനെ അമേരിക്ക തന്നെ, ഇപ്പൊ ഷാബു സാർ പറഞ്ഞ ആ ഒരു ഇതിന് ശക്തി പകരുന്നതാണിത്. കാരണം പാകിസ്ഥാൻ ഇങ്ങനെയുള്ള ടെക്നോളജി ഒന്നും ഇല്ല. അപ്പൊ അമേരിക്ക തന്നെ ആയിരിക്കും ഇത് ഡെവലപ്പ് ചെയ്തിട്ട് പാകിസ്ഥാനിലെ റിയാക്ടർ അമേരിക്കയുടെ സഹായത്തോടു കൂടി രഹസ്യമായിട്ട് ഉണ്ടാക്കി വെച്ചതാണോ? ഇവര് ടെക്നോളജി മോഷ്ടിച്ചു എന്ന് പറയുന്നത് പോലും തെറ്റല്ലേ എന്നൊരു സംശയം ഇപ്പൊ പലരുടെ മനസ്സിലും വരുന്നുണ്ട്. എന്നിട്ട് ഈ ന്യൂക്ലിയർ സ്റ്റോക്ക് പൈൽ ഒരു 5-6 വർഷം മുമ്പ് പാകിസ്ഥാന്റെ ഉണ്ടായിരുന്ന 70-80 ന്യൂക്ലിയർ വെപ്പൺസ് ആണെന്നാണ് റിപ്പോർട്ട്. ഇപ്പൊ അത് 170 ആയെന്നുണ്ടെങ്കിൽ ദരിദ്രരായിട്ട് ഈ പിന്നെ എന്താണ് പറയുക, കുത്തുപാളയം എടുത്തുകൊണ്ട് ഭിക്ഷ തേടി നടക്കുന്ന പാകിസ്ഥാന് ഇത്രയധികം 170 പിന്നെ ആണവായുധങ്ങൾ ഉണ്ടാക്കാനുള്ള പൈസ എവിടുന്ന് കിട്ടി, ടെക്നോളജി എവിടുന്ന് കിട്ടി, സഹായം എവിടുന്ന് കിട്ടി? അപ്പൊ ഇത് അമേരിക്കയുടെ സ്റ്റോറേജ് അല്ലേ? അതുകൊണ്ടല്ലേ അവിടെ ഒരു വികിരണം ഉണ്ടായെന്ന് പറയുമ്പോൾ അമേരിക്ക ശക്തമായിട്ട് ഇടപെടുകയും ലോകരാഷ്ട്രങ്ങളിൽ മുഴുവൻ ഇതില് നിശബ്ദരാണ്. എല്ലാവരോടും ട്രംപ് വരട്ടി കാണും, മിണ്ടിപ്പോരും. ശരി, ശ്രീ സജിമോൻ ആന്റണി, അങ്ങനെ ഒരു ഹിഡൻ അജണ്ട അമേരിക്കയ്ക്ക് ഉണ്ടോ? മനുഷ്യ, എനിക്ക് 4 കാര്യങ്ങൾ ഇതിനകത്ത് പെട്ടെന്ന് ആഡ് ഓൺ ചെയ്യാനുണ്ട്. ഇതുവരെ നമ്മുടെ സഹപാനലിസ്റ്റ് പറഞ്ഞുകൊണ്ട് അവരോട് ചോദിച്ചുകൊണ്ട് തന്നെയാണ്, ജസ്റ്റ് ആഡ് ഓൺ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തേത്, ഒരു ഇന്റർനാഷണൽ ഏജൻസി എന്ന് പറയുമ്പോൾ നമ്മൾ UN, നാറ്റോ അല്ലെ IAEA എന്നൊക്കെ പറയുമ്പം
പഴയ ഒരു 20, 40, 30 വർഷം മുമ്പുണ്ടായിരുന്ന ആ ക്രെഡിബിലിറ്റി ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. കാരണം ഇപ്പം ഈ പറഞ്ഞ ഏജൻസികളൊക്കെ ഇപ്പൊ പാകിസ്ഥാനെ പറ്റിയാണെങ്കിലും ഇന്ത്യയെ പറ്റിയാണെങ്കിലും നാം ഇൻഡിപെൻഡന്റ്ലി പറയുകയാണെങ്കിൽ അതത് രാജ്യങ്ങൾ അലോ ചെയ്താൽ അവർക്കവിടെ വരാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് അലോ ചെയ്യാതെ അല്ലെ അവരുടെ ഒരു പെർമിഷൻ ഇല്ലാണ്ട് അവരുടെ ഒരു സഹകരണം ഇല്ലാണ്ട് അവിടെ വന്ന് ഒരു വസ്തുതാപരമായ റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് ഇവിടെ നടന്നിട്ടുണ്ട്. ഇപ്പം IAEA എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ വരാതെ തന്നെ അവരെന്ത് പറഞ്ഞു അതിന്റെ ബേസിസിൽ ഒരു റിപ്പോർട്ടും ഒരു വിശകലനവുമാണ് വന്നത് എന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തേത് നമ്മുടെ ചേരിചേരാ നയത്തിന്റെ കാര്യം പറയുമ്പോൾ എനിക്കൊരു വേർഡ് ആഡ് ചെയ്യാണ്ട്, വേൾഡ് ഓർഡറിൽ ഒരു പോളിസി ഷിഫ്റ്റ് ഉണ്ട്. അമേരിക്കയ്ക്ക് ഇന്ത്യയോട് 40-30 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു പോളിസി അല്ല ഇന്ന് ഇന്ത്യയോടുള്ളത്. പാകിസ്ഥാനോടും അതുപോലെയല്ല. പണ്ട് പാകിസ്ഥാനെ അമേരിക്ക പാകിസ്ഥാനെ ചേർത്ത് നിർത്തിയതിന്റെ ഒരു മേജർ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ ഇന്ത്യയോടൊപ്പമാണ്. അപ്പം അമേരിക്കയ്ക്ക് അവരുടെ പോളിസി ബാലൻസ് ചെയ്യാനായിട്ട് അതിനടുത്ത് ഒരു രാജ്യം അവരോട് സപ്പോർട്ട് ചെയ്യുന്നത് വേണം എന്നുള്ള നിർബന്ധമുണ്ടായിരുന്നു. അതിന്റെ പാർട്ടായിട്ടാണ്. എന്നാൽ 2000-ന് ശേഷം ഒരു ഡ്രാസ്റ്റിക് ഷിഫ്റ്റ് വന്നു. 9/11-ന് ശേഷം ഉണ്ടായിരുന്ന പോളിസിക്കകത്ത് പ്രത്യേകിച്ചും ബിൻ ലാദനെ അവിടുന്ന് പൊക്കിയതിന് ശേഷം അമേരിക്ക പാകിസ്ഥാനെ പരസ്യമായിട്ട് തള്ളിപ്പറഞ്ഞു. പഴയത് പോണക്ക് ബില്യൺസ് ആൻഡ് ട്രില്യൺസ് ഇപ്പൊ പമ്പ് ചെയ്യുന്നില്ല, സ്റ്റോപ്പ് ചെയ്തു പല കാര്യങ്ങളും എന്നുള്ള കാര്യം വസ്തുതയിൽ ഉള്ള കാര്യമാണ്. അപ്പൊ ഇതൊരു പോളിസിയിൽ ഒരു ഷിഫ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. മൂന്നാമത് ചേരിചേരാ നയം ഇപ്പോഴും ഇന്ത്യക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടുണ്ടായിരുന്നു. അത് മോശമാണെന്ന് ഞാൻ പറയത്തില്ല. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ അതായിരുന്നു ആവശ്യം എന്ന് പറയുന്നത്. അന്നത്തെ ജിയോ പൊളിറ്റിക്സിൽ അതായിരുന്നു ആവശ്യം. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പോളിസിയിൽ ഒരേ സമയം നമ്മൾക്ക് യുക്രൈനുമായിട്ട് ബന്ധമുണ്ട്, റഷ്യയുമായിട്ട് ബന്ധമുണ്ട്, ഒരേ സമയം റഷ്യയുമായിട്ട് ബന്ധമുണ്ട്, അമേരിക്കയുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്, ഈവൻ ചൈനയുമായിട്ട് നമ്മൾ കൈ കൊടുക്കാനായിട്ട് റെഡിയാണ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതിനൊന്നും നമുക്ക് തെറ്റ് പറയാനില്ല. കാരണം അതിനെ ഞാൻ വിശകലനം ചെയ്യുന്നത് ഇവിടെ നിന്ന് പറയുമ്പം അതത് കാലങ്ങളിൽ വരുന്ന പോളിസി ഷിഫ്റ്റ് ആണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വേറൊരു പോയിന്റ് ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, പഴയ പോലെയല്ല ഇന്ത്യൻ ആർമി അല്ലെ നേവി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ അതും ഒരു സ്ട്രാറ്റജിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അവർ തമ്മിൽ ഒരു സെൻട്രൽ കമാൻഡ് ഉണ്ട്. ആർമിയും നേവിയും ഈ പറഞ്ഞ കണക്ക് കര വ്യോമ നാവിക സേനയുമായിട്ട് ഒരു സെൻട്രൽ കമാൻഡ് ഉണ്ട്. ആ സെൻട്രൽ കമാൻഡിന്റെ ലീഡർഷിപ്പിലാണ് തിയേറ്റർ കമാൻഡ് എന്നാണ് അതിനിപ്പോ പറയുന്നത്. അത് നമ്മുടെ ബിപിൻ റാവത്തിന്റെ കാലത്ത് പുള്ളിയുടെ ഇനിഷ്യേറ്റീവിൽ വന്നതാണ് തിയേറ്റർ കമാൻഡ്. അതൊരു പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം പണ്ട് നമ്മൾ ഇന്ത്യയിലെ കാര്യം നോക്കി കഴിയുമ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലായിരുന്നു. എന്നാൽ ഇവിടെ ഉണ്ടായിരുന്നു. അത് ഇവിടെ ഈ പറഞ്ഞ 3 ഏജൻസിയും കൂടെ സംയുക്തമാക്കിക്കൊണ്ടിട്ട് ഒരു കോറിലേഷൻ അല്ലെങ്കിൽ കോർഡിനേഷൻ വളരെ ഇഫക്റ്റീവ്ലി ഉണ്ടായിരുന്നു. അതിന്റെ ഒരു വിജയവും കൂടിയാണ് നമ്മൾക്ക് ഈ ഒരു 4-5 ദിവസം കൊണ്ട് അവിടെ കാണാൻ പറ്റുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇന്ന് US പോളിസികളെ പറ്റി പറയുവാണെങ്കിൽ അമേരിക്കയ്ക്ക് ഇരട്ടത്താപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രൊഫഷണൽ വേർഡ് എന്ന് പറയുന്നത് പോളിസി ഷിഫ്റ്റ് എന്നായിരിക്കും ഞാൻ പറയുന്നത്. കാരണം ഇന്ന് ആസ് വി ഡിസ്കസ് നൗ ഇപ്പം അമേരിക്ക ആരുടെ കൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയോടാണ് കൂടുതൽ ചായ്വുള്ളത്, ഓപ്പൺ ആയിട്ട്. എന്നാൽ രഹസ്യമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ 50 വർഷമായിട്ട് അല്ലെങ്കിൽ 70 വർഷമായിട്ട് അല്ലെങ്കിൽ 60 വർഷമായിട്ട് കൂടെ നടന്ന ഒരാളെ ഔട്ട്റൈറ്റ് എല്ലാ കാര്യങ്ങളും ഡിനേ ചെയ്യുക എന്നുള്ളത് ഒരു പോളിസിയുടെ പാർട്ടായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഒരു 60% അമേരിക്ക ഇന്ത്യയോട് കൂടെയാണ് എന്ന് ഉള്ള കാര്യത്തിൽ ഉറപ്പിച്ച് പറയാൻ പറ്റും. അതോടൊപ്പം എനിക്ക് നിങ്ങൾ പറഞ്ഞതിനോട് ഒരു കാര്യം കൂടെ ആഡ് ഓൺ ചെയ്യാനുണ്ട്, വേറൊരു കാര്യം കൂടെ. അതായത് ഇന്ത്യ ഗവൺമെന്റ് എങ്ങനെ സംശയദൃഷ്ടിയോടുകൂടി അമേരിക്കയെ കാണുന്നു, അതുപോലൊക്കെ തന്നെ ചെറിയൊരു സംശയദൃഷ്ടി അമേരിക്കൻ ഗവൺമെന്റിന് ഇന്ത്യയോട് ഉണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ് അതിനകത്ത്. അപ്പൊ അതൊക്കെ നമുക്ക് തർക്കിക്കാമോ എന്ന് തർക്കിക്കാം. പക്ഷേ ശ്രീ രഘുനാഥ് സാർ പറഞ്ഞതുപോലെ ഈ പറയുന്ന രഹസ്യമായി ആണവ സംഭരണം അത് പാകിസ്ഥാനിൽ അമേരിക്കയിലും ഉണ്ട് എന്നുള്ള ആ ഒരു നിരീക്ഷണം, അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അതിനോട് ഞാൻ വിയോജിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അമേരിക്ക അതിന് മുൻകൈ എടുത്ത് പാകിസ്ഥാനിൽ ആണവ കാര്യങ്ങൾ എൻഹാൻസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പണ്ട് പോലും അതിനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ അമേരിക്കയ്ക്ക് വേണമായിരുന്നെങ്കിൽ അമേരിക്ക ഇസ്രായേലിനും അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങൾക്കും കൊടുത്ത പോണക്ക് തന്നെ സപ്പോർട്ട് ചെയ്ത പോണക്ക് തന്നെ പാകിസ്ഥാനിലും ഇച്ചിരി പരോക്ഷമായിട്ട് തന്നെ അവർ ചെയ്യുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ആധികാരികമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു കോമൺ സെൻസ് വെച്ച് നമ്മൾ ഇതിനെ വിശകലനം ചെയ്യുകയാണെങ്കിൽ അമേരിക്ക ഒരു ഡയറക്റ്റ് മുൻകൈ എടുത്ത് ഇപ്പം 70 ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ 170 ആക്കാനായിട്ട് അമേരിക്ക എൻഹാൻസ് ചെയ്തു, അല്ലെ അമേരിക്ക ഡയറക്റ്റ് ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ ഒരു 20 വർഷത്തെ പോളിസിയുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു സാഹചര്യം വെച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പം അത് അങ്ങനെ അമേരിക്കൻ വിമാനങ്ങൾ അവിടെ പറന്നിറങ്ങി എന്ന് പറയുന്നതും അതും വെറും റൂമേഴ്സ്, അഭ്യൂഹങ്ങൾ മാത്രമാണ് എന്നാണോ ശ്രീ സജിമോൻ ആന്റണി?
എന്ന് ഞാൻ പറയില്ല. കാരണം അമേരിക്കയ്ക്ക് ഇന്നത്തെ സിറ്റുവേഷനിൽ ഏത് രാജ്യത്ത് വേണമെങ്കിലും കടന്നു ചെല്ലാനുള്ള ഒരു സംവിധാനങ്ങളുണ്ട്, ഇഫക്റ്റീവ്നെസ് ഉണ്ട്, അവരുടെ മിലിറ്ററിക്ക് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് എന്നുള്ള കാര്യം ഒരു വസ്തുതയാണ്. അപ്പൊ ഇനി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് നമുക്കത് ആധികാരികമായിട്ട് പറയാൻ പറ്റത്തില്ല. എന്നാൽ അമേരിക്കയ്ക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ളത് ഇതിന് മുമ്പ് തെളിയിച്ചു കഴിഞ്ഞു. അങ്ങനെയാണല്ലോ ബിൻ ലാദനെ നമ്മളെല്ലാം ലൈവ് ടി വി നോക്കി കണ്ടത്. 10 വർഷം മുമ്പ് 15 വർഷം മുമ്പ് 2010 ഇസ്ലാമാബാദിൽ തന്നെ പൊക്കിക്കൊണ്ടുവരുന്നതും കടലിൽ എറിയുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പം അമേരിക്ക ഹാസ് ദ കേപ്പബിലിറ്റി, ഓഫ് കോഴ്സ് യെസ്. പക്ഷേങ്കിൽ അതിന്റെ ഉദ്ദേശശുദ്ധി എന്താണ്, അല്ലെങ്കിൽ എന്തുമാത്രം അതിനകത്ത് വസ്തുത എന്തുള്ളത്, അത് ഡിബേറ്റബിൾ ആണ് എന്നാണ് എനിക്ക് പറയുന്നത്. ശ്രീ ഷാബു പ്രസാദ്, അമേരിക്കയ്ക്ക് ഇരട്ടത്താപ്പല്ല, ഒരു പോളിസി ഷിഫ്റ്റ് എന്നാണ് ശ്രീ സജിമോൻ ആന്റണി പറയുന്നത്. അതായത് ഈ ഇരട്ടത്താപ്പ് എന്നുള്ളതിന്റെ ഒരു ഡിപ്ലോമാറ്റിക് വേർഡാണ് ഈ പോളിസി ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന് അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം അമേരിക്കൻ പൗരനാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. ഇപ്പൊ നമുക്കതിന്റെ അതൊന്നും ബാധകമല്ലാത്തതുകൊണ്ട് നമ്മൾ നാട്ടിൻ പുറത്തുകാരനാണ്. ഇവിടെ നാട്ടിലിരുന്ന് നമുക്ക് സൗകര്യമുള്ള വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് പച്ച മലയാളത്തിൽ നമ്മൾ പറയും ഇത് ഇരട്ടത്താപ്പാണ് എന്ന് പറയും. ഇനി നാടൻ ഭാഷ കുറച്ചുകൂടെ പറയാനാണെങ്കിൽ അത് ഇതിന്റെ അകത്ത് പറയാനും പറ്റില്ല, ഈ TV നമ്മുടെ ഒരു ചാനലിനകത്ത് പറയാനും പറ്റില്ല. അത്രയേ ഉള്ളൂ. ഞാനതിനെ അങ്ങനെ കാണുന്നുള്ളത്. കാര്യം ഓരോ കാലത്ത് അവർക്ക് വേണ്ടത് എന്താണ് എന്ന് നോക്കി അവർക്ക് എതിരാളികളാവാൻ സാധ്യതയുള്ള രാജ്യങ്ങളെ വളരാൻ അനുവദിക്കുക, തന്റെ തൊട്ട് താഴെ മാത്രമേ നിൽക്കാവൂ എന്നുള്ള രീതിയിലാണ് ഇതിലെ അവർ കൈകാര്യം ചെയ്യുള്ളൂ. അത് അമേരിക്കയുടെ താല്പര്യമാണ്. അമേരിക്കയുടെ താല്പര്യം അത് അങ്ങനെ തന്നെയാണത്. അമേരിക്കയെ സത്യത്തിൽ ചൈനയേക്കാൾ അധികം ഒരു ഭയപ്പെടുന്ന ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ. കാര്യം എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞല്ലോ, അമേരിക്ക പോലെ തന്നെ ഒരു വളരെ അതിശക്തമായ പ്രൂവൺ ജനാധിപത്യമുള്ള ഒരു രാജ്യമാണിത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ പിന്നെ 140 കോടി ജനങ്ങളുടെ ശക്തി എന്ന് പറയുന്നത്, ഈ രാജ്യത്തെ യുവാക്കളുടെ എണ്ണം എന്ന് പറയുന്നതാണ് അമേരിക്കയിലെയും യൂറോപ്പിലെയും റഷ്യയിലെയും ആകെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ് ഇന്ത്യയിലെ യൂത്തിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണത്. യൂത്ത് എന്ന് പറഞ്ഞാൽ എനർജറ്റിക് ആയിട്ടുള്ള, ടെക്നോളജിക്കലി അവെയർ ആയിട്ടുള്ള യൂത്ത്. അവിടെയാണ് അതിന്റെ പോയിന്റ്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഇന്ത്യയെ ആ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ആ ഒരു വളർച്ചയെ ഇന്ത്യയുടെ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ എപ്പോഴും ആശങ്കപ്പെടുത്താൻ വേണ്ട ഒരു ശത്രു രാജ്യത്തിനെ അവർ നമ്മുടെ അടുത്ത് വളരുന്നതിൽ അവർക്ക് താല്പര്യമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ അവർക്ക് ഭീഷണിയാകാത്ത രീതിയിൽ. പിന്നെ ചൈനയെ അവർ പാകിസ്ഥാനെ അവർ ഒരിക്കലും പൂർണ്ണമായിട്ട് വിട്ടുകളയുകയൊന്നുമില്ല. ഇത്രയും കാലത്തെ ബന്ധം കൊണ്ട് മാത്രമൊന്നും അല്ലാതെ. കാര്യം ചൈനയ്ക്കും അതേപോലെ തന്നെ നാളെ അവർക്ക് ഭീഷണിയായേക്കാൻ സാധ്യതയുള്ള ഇന്ത്യക്കും പ്രതിയോഗിയായി അവർക്ക് എപ്പോൾ വേണമെങ്കിൽ കടന്നു വരാൻ പറ്റുന്ന എയർ സ്പേസും സീപോർട്ടും എല്ലാം ഉള്ള ഒരു പ്രദേശം അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഡിസൻറ്റിഗ്രേറ്റ് ചെയ്ത് പോകുന്നതും പാകിസ്ഥാൻ പൂർണ്ണമായി അവർക്ക് നാളെ കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നതിലും അമേരിക്കയ്ക്ക് താല്പര്യം ഉണ്ടാവില്ല, ഒരു സംശയമില്ല. എന്നാൽ അവരെ ആ ഒരു കൺട്രോൾഡ് മാനറിൽ നിർത്തും. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാനിവിടെ നാടൻ ഭാഷയിൽ പച്ചക്കിരട്ടത്താപ്പെന്നും അദ്ദേഹം പറഞ്ഞ ഡിപ്ലോമാറ്റിക് ആയിട്ട് പോളിസി ഷിഫ്റ്റ് എന്നും പറഞ്ഞ ഈ സാധനം ഉള്ളത് അവരങ്ങനെയേ ചെയ്യുള്ളൂ. എനിക്ക് പെട്ടെന്നൊരു കമന്റ്സ് ഉണ്ട്, ഞാൻ അതിന് തർക്കിക്കാൻ വേണ്ടി പറയല്ല ചാനലിൽ ഇരുന്നത്. ഷാഫിസ ഇപ്പൊ പറഞ്ഞ അതിനോട് ഞാൻ ടോട്ടലി വിയോജിക്കുന്നു. കാരണം അമേരിക്കയുടെ ഇന്ത്യ ഒരു പ്രതിയോഗിയായിട്ടല്ല ഇപ്പോഴത്തെ ഇവിടെ നോക്കി കാണുന്നത്. എന്നാൽ ചൈനയെ പ്രതിയോഗിയായിട്ടാണ്. ഇപ്പൊ നമ്മൾ ചുമ്മാ ഒന്ന് നോക്കണ്ട, ഒരു TV ഓൺ ചെയ്ത് ഏത് ചാനൽ വേണമെങ്കിലും ഫോക്കസ് ചെയ്യുന്ന എന്തെങ്കിലും ആക്കിയോടെ ഓൺ ആക്കി വെച്ച് 10 മണിക്കൂർ ചെയ്യുവാണെങ്കിൽ അതിനെപ്പറ്റി ഒരു 8 മണിക്കൂറും പറയുന്നത് അമേരിക്ക ചൈന അമേരിക്ക ചൈന അമേരിക്ക ചൈന എന്നാണ്. ഒരിക്കലും ഇന്ത്യയെ അങ്ങനെ ഒരു ദൃഷ്ടിയിൽ ഇപ്പൊ കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടിട്ട് ഇന്ത്യയെ ഒരു പ്രതിയോഗിയായിട്ടല്ല അമേരിക്ക കാണുന്നത്, എന്നാൽ ചൈനയാണ് ഒന്ന്. രണ്ടാമത്തേത് ഒരു സെക്കൻഡ് ഞാൻ ആ സെന്റൻസ് പൂർത്തിയാക്കിക്കോട്ടെ. രണ്ടാമത് ഞാൻ ഇതിനെ കാണുന്നത്, ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ബിയർ മാർക്കറ്റും ബുൾ മാർക്കറ്റും ഉണ്ട്. അപ്പൊ ബുൾ മാർക്കറ്റ് വരുന്ന പോലെയാണ് ഇപ്പൊ അമേരിക്ക ഇന്ത്യ റിലേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്രോഗ്രസീവ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മുന്നേക്കാണ് പോകുന്നത്. എന്നാൽ അതിന്റെ അർത്ഥം 100% അമേരിക്ക ഇന്ത്യയുടെ കൂടെയാണ്, പാകിസ്ഥാന്റെ കൂടെ 0% ആണ് എന്നുള്ളതല്ല. മേ ബി 60-40 ആവും. അത് വരും കാലങ്ങളിൽ 65 ആയിരിക്കും, 70 ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഷാബു പ്രസാദ് ഇപ്പൊ പറഞ്ഞ സെന്റൻസിനോട് വിയോജിക്കുന്നു. അമേരിക്ക ഇന്ത്യയെ ഒരു പ്രതിയോഗിയായിട്ടല്ല കാണുന്നത്. ഓഫ് കോഴ്സ്
അതിനകത്ത് മുമ്പേ ട്രംപും മോദിയും പ്രൈം മിനിസ്റ്റർ മോദിയും പറഞ്ഞൊരു വേർഡുണ്ട്, ഇന്ത്യക്ക് ഇന്ത്യയുടേതായ താല്പര്യങ്ങളുണ്ട്, നത്തിങ് റോങ് ഇൻ ദാറ്റ്. അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായ താല്പര്യങ്ങളുണ്ട്. അത് ട്രേഡ് പോളിസി ആണെങ്കിലും ബയലാറ്ററൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും മിലിറ്ററി പോളിസി ആണെങ്കിലും അതിനുണ്ട്. അതിന് നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു കാര്യത്തിലുള്ള ഒരു വിയോജിപ്പ് മറുപടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അതല്ല, ഞാൻ അമേരിക്ക അവര് ഇന്ത്യയെ അമേരിക്ക ഇവിടെ ഇമ്മീഡിയറ്റ് ത്രെറ്റായിട്ടല്ല അവർ കാണുന്നത്, ബട്ട് ഒരു പൊട്ടൻഷ്യൽ ത്രെറ്റാണ് അത്. നാളെ കാര്യം ഇപ്പോൾ ഇന്ത്യ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളെല്ലാം വളരെ 50, 60, 100 വർഷം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. 2047 ഇന്ത്യയാണ് നരേന്ദ്രമോദി സ്വപ്നം കാണുന്നത്. അന്ന് അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കണം. അദ്ദേഹത്തിന് 98 വയസ്സുണ്ടാവും 2047. ആ കാലത്തെയും അതിനപ്പുറമുള്ള 100 വർഷത്തെയൊക്കെയാണ് കാണുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആ സമയത്തെ 20, 25, 30 വർഷം കഴിഞ്ഞുള്ള ഇന്ത്യയാണ് അമേരിക്കയ്ക്ക് ഭീഷണിയാകാൻ പോകുന്നത്. അതേസമയം ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഇമ്മീഡിയറ്റ് ത്രെറ്റ് തന്നെയാണ് ഇപ്പോൾ ഉള്ള. അങ്ങനെയാണ് അവർ കാണുന്നത്. ഈ രണ്ട് രീതിയിലാണ് ആ ഒരു കാഴ്ചപ്പാടിലാണ് അവരുടെ പോളിസി ചേഞ്ച് ഉണ്ടാകുന്നതും അവരുടെ പോളിസി ഈ പറഞ്ഞ പോലെ പോളിസി ഷിഫ്റ്റ് ഉണ്ടാകുന്നത്. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: പാകിസ്ഥാന്റെ ആണവ ബ്ലാക്ക് മെയിലിംഗ് തീരുമെന്ന് 77% പ്രേക്ഷകരും, ഇല്ല എന്ന് 20%. വേണ്ടി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.